നമുക്ക് വചനം വായിക്കാം. യോഹന്നാന്റെ സുവിശേഷം 14-ാമത്തെ അധ്യായം അതിന്റെ 1-ാമത്തെ വാക്യം മുതൽ നമ്മൾ വായിച്ച് ഇന്നത്തെ വചന ചിന്തയിലേക്ക് പോവുക. യോഹന്നാന്റെ സുവിശേഷം 14-ാമത്തെ അധ്യായം 1-ാം വാക്യം മുതൽ നമ്മൾ വായിക്കുക. നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകേണ്ട, ദൈവത്തിൽ വിശ്വസിക്കുവിൻ, എന്നിലും വിശ്വസിക്കുവിൻ. സ്തോത്രം. നിങ്ങൾക്ക് സന്തോഷമാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ദൈവത്തിന്റെ വചനം പറയുന്നത്. നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകേണ്ട, ദൈവത്തിൽ വിശ്വസിക്കുവിൻ, എന്നിലും വിശ്വസിക്കുവിൻ. രണ്ടുപേരിലാണ് വിശ്വസിക്കാൻ പറഞ്ഞത്. ആരിലൊക്കെയാണ്? ദൈവത്തിൽ വിശ്വസിക്കുക, എന്നിലും വിശ്വസിക്കുക. അപ്പൊ രണ്ടാളാണോ? രണ്ട് വ്യക്തിത്വമാണോ? പിതാവിനെയും പുത്രനെയും നമുക്ക് കാണാൻ പറ്റും. അവിടെ പിതാവുമുണ്ട് പുത്രനുമുണ്ട്. പക്ഷേ രണ്ടും, അല്ലെങ്കിൽ ദൈവത്തിൽ വിശ്വസിക്കുക, എന്നിലും വിശ്വസിക്കുക. അപ്പോൾ ഇങ്ങനെയാണ് പറഞ്ഞതെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം, നീ ദൈവത്തിൽ വിശ്വസിക്കുക എന്ന് മാത്രമാണ് പറഞ്ഞതെങ്കിൽ ഓക്കെ. പക്ഷെ അങ്ങനെയല്ല, എന്നിലും വിശ്വസിക്കുവിൻ. ഇത് രണ്ടും ഒരേ കാറ്റഗറിയിലാണ് കർത്താവ് പറയുന്നത്, അല്ലേ? യേശു അങ്ങനെയല്ലേ പറഞ്ഞേ? അങ്ങനെയാണോ പറഞ്ഞേ? ദൈവത്തിൽ വിശ്വസിക്കുവിൻ, എന്നിലും വിശ്വസിക്കുവിൻ. അവിടെ ഒരു തുല്യത നമുക്ക് കാണാം. പിതാവിന്റെയും പുത്രന്റെയും തുല്യത. അല്ലെങ്കിൽ രണ്ടുപേരിലും വിശ്വസിക്കാൻ പറയാൻ പറ്റുമോ? എടാ, നീ ദൈവത്തിൽ വിശ്വസിക്കുക, എന്നിട്ട് നീ എന്നെ നോക്ക് എന്നാണ് പറഞ്ഞെങ്കിൽ ഓക്കെ, എന്നെ അനുകരിക്കുക എന്നാണ് പറഞ്ഞതെങ്കിൽ ഓക്കെ. പക്ഷെ അങ്ങനെയല്ല പറഞ്ഞത്. നീ നിന്റെ ഹൃദയം അസ്വസ്ഥമാകേണ്ട, ദൈവത്തിൽ വിശ്വസിക്കുവിൻ, എന്നിലും വിശ്വസിക്കുവിൻ. രണ്ടും ഒരേ കാറ്റഗറി ആയിട്ടാണ് പറഞ്ഞത്, അല്ലേ? നമ്മൾ ഇപ്പം ഒരു പോലീസിന്റെ ഒരു കാറ്റഗറി എടുക്കുക. നീ SI എന്ത് പറയുന്നു അത് നീ അനുസരിക്കുവിൻ, എന്നിട്ട് നീ കോൺസ്റ്റബിളിന്റെ അടുത്തോട്ട് വരുവിൻ എന്നാണ് പറഞ്ഞതെങ്കിൽ അത് രണ്ട് കാറ്റഗറിയാ, അല്ലേ? രണ്ട് തലമാണ്. അല്ല, SI ആണ് വിശ്വസിക്കുക, അല്ലെങ്കിൽ SI പറയുന്നത് കേൾക്കണം, ഞാൻ പറയുന്നത് കേൾക്കണം എന്നാണ് കോൺസ്റ്റബിൾ പറയുന്നതെങ്കിൽ രണ്ടും ഒരു കാറ്റഗറി ആയിരിക്കും. പക്ഷെ രണ്ട് കാറ്റഗറി ആയിട്ട് തന്നെ നമുക്ക് കാണാൻ പറ്റും. സാധാരണ ഒരു കോൺസ്റ്റബിളിന്റെ അടുത്ത് നമ്മളൊരു കാര്യം ചെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം എന്താ പറയുന്നത്? എനിക്ക് വലിയ റോളൊന്നുമില്ല, നീ പറഞ്ഞ ഞാൻ SIയോട് പറയാം, അല്ലെങ്കിൽ സിയോട് പറയാം, അദ്ദേഹം പറഞ്ഞതനുസരിച്ച് നമുക്ക് മുന്നോട്ട് പോകാം, അല്ലാതല്ലേ പറ്റത്തുള്ളൂ. ആ സ്റ്റേഷനിലെ ആരാണോ ഇൻചാർജ്, ആ ഇൻചാർജ് പറയുന്ന പോലെയാണ് താഴെയുള്ളവർക്ക് കേൾക്കാൻ പറ്റത്തുള്ളൂ. ഇതിന് രണ്ടിനെയും ഒരേ കാറ്റഗറിയിൽ പറയുന്നെങ്കിൽ രണ്ടും ഒരു കാറ്റഗറിയാണ്. പിതാവും പുത്രനും രണ്ടും ദൈവത്തിന്റെ അതേ തലത്തിൽ തന്നെ. അവിടെ എന്താണ് പറയുന്നത്? നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകേണ്ട, ദൈവത്തിൽ വിശ്വസിക്കുവിൻ, എന്നിലും വിശ്വസിക്കുവിൻ. എന്നിലും, രണ്ടും ഒരേ കാറ്റഗറിയിൽ തന്നെ ദൈവം പറയുകയാണ്, എന്നിലും വിശ്വസിക്കുവിൻ. എന്റെ പിതാവിന്റെ ഭവനത്തിൽ അനേക വാസസ്ഥലങ്ങളുണ്ട്, ഇല്ലായിരുന്നുവെങ്കിൽ നിങ്ങൾക്ക് സ്ഥലമൊരുക്കാൻ പോകുന്നുവെന്ന് ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു. എന്നിട്ട് അടുത്ത വാക്യം പറയാം, ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലം ഒരുക്കി കഴിയുമ്പോൾ ഞാൻ ആയിരിക്കുന്നിടത്തേക്ക് നിങ്ങളും ആയിരിക്കേണ്ടതിന് ഞാൻ വീണ്ടും വന്ന് നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോകും. അവിടെയും ഒരു ഉദാഹരണം വെറുതെ പറഞ്ഞു കഴിഞ്ഞാൽ, പിതാവ് ആയിരിക്കുന്ന സ്ഥലത്ത് തന്നെയാണ് പുത്രനായിരിക്കുന്നത്, അല്ലെ? അങ്ങനെയല്ല അവസരം പറയുന്നത്. എന്റെ പിതാവിന്റെ ഭവനത്തിൽ അനേക വാസസ്ഥലങ്ങളുണ്ട്, ഞാൻ നിങ്ങൾക്ക് വേണ്ടി സ്ഥലം ഒരുക്കി കഴിയുമ്പോൾ ഞാൻ എവിടെ ആയിരിക്കുന്നോ അവിടേക്ക് നിങ്ങൾ വരണം. അപ്പൊ ഞാൻ എവിടെയാ? പിതാവിന്റെ ഭവനത്തിലാണ് എന്ന് യേശു വ്യക്തമായിട്ടവിടെ പറയുക. യേശു നിൽക്കുന്നത് എവിടെയാണ്? ഉന്നതഗിരിയിൽ, പിതാവിന്റെ ഭവനത്തിൽ തന്നെയാണ്. അതെന്താണ് വെളിവാക്കുന്നത്? ട്രിനിറ്റിയെ, അല്ലെങ്കിൽ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും ത്രിയേക ദൈവത്തിന്റെ തുല്യതയെ അവിടെ വെളിവാക്കുക. ദൈവത്വത്തിന്റെ, യേശുവിന്റെ ദൈവത്വം അവിടെ പരസ്യമായി യേശു അവരോട് വിളിച്ചു പറയുകയാണ്. നമ്മളൊക്കെ യേശുവിൽ വിശ്വസിക്കുന്ന, ദൈവത്തിൽ വിശ്വസിക്കുന്നവർ. ആരെങ്കിലും ദൈവത്തിൽ വിശ്വസിക്കാത്തവരുണ്ടോ ഇവിടെ? നിരീശ്വരവാദികളായിട്ട് ആരെങ്കിലും ഉണ്ടോ? യേശുവിൽ വിശ്വസിക്കാത്തവരുണ്ടോ? ഇല്ല. പക്ഷേ ഈ വിശ്വാസം ഏത് തലത്തിലായിരിക്കണം എന്ന് പലർക്കും ഇപ്പോഴും അറിയില്ല. നമ്മൾ പറയും നമ്മൾ യേശുവിൽ വിശ്വസിക്കുന്നു, ദൈവത്തിൽ വിശ്വസിക്കുന്നു എന്നൊക്കെ പറയുമ്പോഴും ഈ വിശ്വാസത്തിനൊരു മാനദണ്ഡമുണ്ട്. എവിടെയാണ് നമ്മുടെ ആവശ്യം നടക്കുന്നത്, എവിടെയാണ് ആവശ്യം നടക്കാത്തത്, എന്റെ വിശ്വാസത്തിന്റെ കുറവ് എവിടെയാണ്, എന്റെ വിശ്വാസത്തിന്റെ പൂർത്തീകരണം എവിടെയാണ്, ഈ കാര്യം നമുക്ക് പലർക്കും അറിയത്തില്ല. പലരും ഈ ഒരു പ്രതിസന്ധി നമ്മുടെ മുൻപിലുണ്ട് എന്നുള്ളതാണ്. നമുക്ക് താഴോട്ടുള്ള വചനോട് വായിക്കാം. ഞാൻ പോകുന്നിടത്തേക്കുള്ള വഴി നിങ്ങൾക്കറിയാം. തോമസ് പറഞ്ഞു, കർത്താവേ, നീ എവിടെ പോകുന്നു എന്ന് ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ, പിന്നെ വഴി ഞങ്ങൾ എങ്ങനെ അറിയും? ഒരു വളരെ നിഷ്കളങ്കനായ ഒരു വ്യക്തിയാണ് തോമസ്. അതുകൊണ്ടാണ് തോമസ് ആ ചോദ്യം ചോദിക്കുന്നത്. എന്റെ പൊന്നു കർത്താവേ, നീ ഇപ്പൊ എങ്ങനെ പോകണം? കൊല്ലത്തേക്കാണോ ട്രിവാൻഡ്രത്തേക്കാണോ നീ പോകുന്നത്? അതെ, നീ മംഗലാപുരത്തേക്കാണോ പോകുന്നത്? എവിടേക്ക് പോകുന്നത് ഞങ്ങൾക്ക് അറിയാൻ പാടില്ല, പിന്നെ ഞങ്ങൾ എങ്ങനെ വഴി അറിയും? അവിടെ വളരെ നിഷ്കളങ്കമായി യേശു പറഞ്ഞ കാര്യം മനസ്സിലായില്ല എന്ന് വ്യക്തമായി തോമസ് വെളിപ്പെടുത്തുക. നീ എന്താ ഉദ്ദേശിച്ചേ? നീ എന്താണ് ഇവിടെ പറഞ്ഞു വെക്കുന്നത്? എന്താണ് നീ ചെയ്തു വെക്കുന്നത്? അപ്പൊ തൊട്ടു മുമ്പ് പറഞ്ഞ വാക്യങ്ങൾ എന്താണ്? ഞാൻ എവിടേക്ക് പോകുന്നു? പിതാവിന്റെ ഭവനത്തിലേക്ക് പോകുന്നു. ഞാൻ പിതാവിന്റെ ഭവനത്തിൽ പോയി നിങ്ങൾക്ക് വേണ്ടി സ്ഥലം ഒരുക്കി കഴിയുമ്പോൾ ഞാൻ എവിടെ ആയിരിക്കുന്നോ അവിടേക്ക് ഞാൻ നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോകും. ഇത് മനസ്സിലാക്കാത്ത ആരെങ്കിലും ഉണ്ടോ? നമുക്കിപ്പോ മനസ്സിലായി, കാരണം നമ്മൾ കുറെ വചനം പല രീതിയിൽ കേട്ടിട്ടുള്ളതുകൊണ്ട് നമുക്ക് മനസ്സിലായി. പക്ഷേ തോമസിനെ സംബന്ധിച്ചത് മനസ്സിലായില്ല. മനസ്സിലാവാത്തതിന്റെ കാരണം തോമസ് നോക്കുന്നത് യേശു മിശിഹ മാത്രമാണ്.
പറഞ്ഞ് മനസ്സിലായോ? തോമസിന്റെ കണ്ണിൽ കൂടെ കാണുമ്പോ യേശു ആരാണ്? മിശിഹായാണ്. അതായത് ഒരു മനുഷ്യ വ്യക്തി മാത്രമാണ്. യേശു ദൈവമായിട്ട് തോമസിന് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. യേശുവാണ് പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവ്, ഇസ്രായേലിന്റെ ദൈവം എന്ന വിശ്വാസം തോമസിൽ ഇല്ല. തോമസ് ഒരു സാധാ യഹൂദനായി നിൽക്കുമ്പോൾ ഒരു യഹൂദന്റെ പ്രത്യാശയായ മിശിഹായെയാണ് തോമസ് യേശുവിൽ കാണുന്നത്. അപ്പൊ തോമസ് രണ്ടും രണ്ടായിട്ട് കാണുക. ഒന്ന്, മിശിഹ, ദൈവം അയച്ച രക്ഷകനായ വ്യക്തി. രണ്ട്, യഹോവ, അവർ ആരാധിക്കുന്ന ദൈവം. ഇതിന് രണ്ടിനെയും രണ്ട് പക്ഷത്ത് നിർത്തിക്കൊണ്ടാണ് തോമസ് നിൽക്കുന്നത്. അതുകൊണ്ടാണ് തോമസ് ആ ചോദ്യം ചോദിക്കുന്നത്, നീ എവിടേക്കാണ് പോകുന്നതെന്ന് ഞങ്ങൾക്ക് അറിയത്തില്ല, പിന്നെ വഴി ഞങ്ങൾ അറിയും. എവിടെയാണ് ആ വചനത്തിന്റെ ആഴം നമ്മൾ തിരിച്ചറിയേണ്ടത്? രണ്ടാം വാക്യം ഒന്നുകൂടി വായിച്ചോ. എന്റെ പിതാവിന്റെ ഭവനത്തിൽ അനേക വാസസ്ഥലങ്ങളുണ്ട്, ഇല്ലായിരുന്നെങ്കിൽ നിങ്ങൾക്ക് സ്ഥലമൊരുക്കാൻ പോകുന്നു എന്ന് ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു. ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു. അതായത് എന്റെ അപ്പന്റെ വീട്ടിൽ ഒരുപാട് വാസസ്ഥലമുണ്ട്. എന്റെ അപ്പന്റെ വീട് എന്ന് പറയുമ്പോഴും തോമസിന് മനസ്സിലാകുന്നത് യേശു ഒരു താഴ്ന്ന വ്യക്തിത്വം, അല്ലെങ്കിൽ ഒരു മിശിഹ, ഒരു മനുഷ്യൻ, ഇസ്രായേലിനെ വീണ്ടെടുക്കാൻ വന്നവൻ, യൂദാ ഗോത്രത്തെ വീണ്ടെടുക്കാൻ വന്നവൻ, യൂദായിലെ സിംഹം. ഇതൊക്കെ അവനറിയാം, ഈ ഒരു വിശ്വാസമൊക്കെ അവനുണ്ട്. പക്ഷെ അവൻ ചിന്തിക്കുന്നത് റോമൻ അധിനിവേശത്തിൽ നിന്നും ഭരണത്തിൽ നിന്നും അവരെ വീണ്ടെടുക്കുക, ഇത് മാത്രമാണ് ചിന്ത. നമ്മുടെയൊക്കെ ഇപ്പോഴത്തെ ചിന്ത, ദൈവത്തെ നമ്മൾ എങ്ങനെ കരുതുന്നത്? എനിക്ക് എൻ്റെ ഭൗതികമായ നന്മകളൊക്കെ തരാൻ കഴിവുള്ള ഒരു വ്യക്തി, അതാണ് ദൈവം, അല്ലെ? ഇതല്ലേ നമ്മുടെ ചിന്ത. എൻ്റെ ആവശ്യങ്ങൾ ഞാൻ ചോദിക്കുമ്പോൾ ഇങ്ങോട്ട് തരുന്നൊരു ദൈവം. ATM മെഷീനിന്റെ പ്രത്യേകത എന്തുവാ? അക്കൗണ്ടിൽ പൈസ ഉണ്ടെങ്കിൽ നമ്മൾ ATM കാർഡ് ഇട്ട് 2 പിന്നെ കടിച്ചു കഴിഞ്ഞാൽ കാശിഞ്ഞ് തരും. ഇത്രേ ഉള്ളൂ നമ്മുടെ ദൈവം എന്ന ചിന്തയിലാണ് പലരും ദൈവത്തെ കാണുന്നത്. ഞാൻ ചോദിക്കുമ്പോൾ എൻ്റെ ആവശ്യം നടത്തി തരുന്നവനാണ് ദൈവം, എൻ്റെ ആവശ്യത്തിന് മാത്രം ആശ്രയിക്കേണ്ട ഒരുവനാണ് ദൈവം. ഇതാണ് നമ്മുടെ വിശ്വാസം. ഇതല്ലാതെ എൻ്റെ പാപം മോചിപ്പിച്ച് എന്നെ ദൈവരാജ്യത്തിലേക്ക് എത്തിക്കുന്ന ഒരു ദൈവമാണ് ഈ ദൈവം എന്ന ചിന്ത ഇന്ന് പലർക്കും ഇല്ല. അങ്ങനെ ദൈവത്തിൽ ആശ്രയിക്കുന്ന എത്ര പേരുണ്ട്? ഭൗതികമായ ഒരു അനുഗ്രഹവും ഇല്ലെങ്കിലും കുഴപ്പമില്ല, കർത്താവേ എന്നെ സ്വർഗത്തിൽ എത്തിച്ചാൽ മതി, എൻ്റെ കടബാധ്യതയെ മാറണ്ട, എൻ്റെ മക്കൾ അനുഗ്രഹിക്കപ്പെടണ്ട, എൻ്റെ ചുറ്റുപാടും ഒന്നും സംഭവിക്കേണ്ട, പക്ഷെ എനിക്ക് എൻ്റെ ദൈവത്തിൽ ആയിരിക്കണം എൻ്റെ യുഗം മുഴുവൻ, എൻ്റെ കാലം മുഴുവൻ, എൻ്റെ ജീവിതം മുഴുവൻ എന്ന് ആഗ്രഹിക്കുന്ന എത്ര പേരുണ്ടാവും? കുറച്ച് പേരൊക്കെ ഉണ്ടാവും എന്തായാലും. പക്ഷേ ഇന്ന് വിശ്വാസിയെ വെച്ചിട്ട് ഈ ചോദ്യം ചോദിച്ചാൽ വിശ്വാസിയുടെ മുഴുവൻ ആഗ്രഹവും നമ്മൾ എന്തിനാ, ഇപ്പോ കോമൺ ആയിട്ടൊരു ചോദ്യം ചോദിക്കാം, നമ്മൾ എന്തിനാണ് ആദ്യമായിട്ട് ദൈവത്തിൽ ആശ്രയിച്ചത്? നിത്യജീവന് വേണ്ടിയിട്ടാണോ ഭൗതിക ലക്ഷ്യത്തിന് വേണ്ടിയിട്ടാണോ? എന്തിനു വേണ്ടിയിട്ടാ? ഭൗതിക ലക്ഷ്യത്തിന് വേണ്ടിയിട്ട് തന്നെയാ. ഞാനടക്കം ദൈവത്തിൽ ആദ്യം വന്നത് ഭൗതിക ലക്ഷ്യത്തിനാണ്. പക്ഷെ ആ ഭൗതിക ലക്ഷ്യത്തിന് വന്നു കഴിഞ്ഞപ്പോ ഞാൻ മനസ്സിലാക്കി, ഈ ഭൗതിക ലക്ഷ്യത്തെക്കാൾ വലിയൊരു നിത്യജീവൻ ആണ് ദൈവം എനിക്ക് വാഗ്ദാനം ചെയ്തു വെച്ചിരിക്കുന്നത്. ഈ ചിന്ത, ഈ ബോധ്യമാണ് പിന്നീട് അങ്ങോട്ട് നമ്മളെ നടത്തുന്നത്. അവിടെ എന്ത് കിട്ടിയാലും എന്തില്ലെങ്കിലും ഭൗതികമായ നന്മയെ പ്രതി മാത്രമാണ് നമ്മൾ ദൈവത്തിൽ ആശ്രയിക്കുന്നത്. അല്ല, അങ്ങനെ ആശ്രയിക്കുന്നവൻ ഒരു കാലം വീണു പോകും. ഭൗതികമായ നന്മ തരുമ്പോൾ മാത്രം ഞാൻ ദൈവത്തെ നോക്കുന്നു, തരാത്തപ്പോൾ ഞാൻ ദൈവമായിട്ട് വഴക്ക് പിടിക്കുന്നു. അങ്ങനെയാണെങ്കിൽ അവൻ എവിടെയെങ്കിലും വീഴും, അവന്റെ കാലിടറി വീഴും, ഉറപ്പാ. പക്ഷെ അതല്ല എൻ്റെ ലക്ഷ്യമെങ്കിൽ ഉറപ്പായിട്ടും നമ്മൾ ദൈവത്തിൽ ആശ്രയിക്കും. ഇവിടെ തോമസിന്റെ ലക്ഷ്യം, അല്ലെങ്കിൽ സെബദിപുത്രന്മാരുടെ ലക്ഷ്യം, ശിഷ്യന്മാരുടെ മുഴുവൻ ബോധ്യവും യൂദായെ അല്ലെങ്കിൽ ആ ഗോത്രത്തെ രക്ഷിക്കുവാൻ, ഇസ്രായേലിനെ രക്ഷിക്കുവാൻ, ആ സമൂഹത്തിനെ ആ ഇസ്രായേലിനെ പൂർണ്ണമായി വിടുവിക്കുവാൻ, റോമൻ ആധിപത്യത്തിൽ നിന്നും വിടുവിക്കുവാൻ വന്നവനാണ് ദൈവം. ഈ ഒരു ചിന്ത മാത്രമാണ്. ഈ ചിന്തയെ നമ്മൾ വേറൊരു രീതിയിൽ ചിന്തിച്ചാൽ ഈ യഹോവ ഒരു ഗോത്ര ദൈവം മാത്രമാണ് എന്ന ലിമിറ്റൈസേഷനാണ് അവിടെ നടക്കുന്നത്, അല്ലേ? യഹോവ ആരാണ്? ഇസ്രായേലിന് മാത്രം ദൈവം. ഈ ഇസ്രായേൽ എന്ന് പറയുന്നത് എന്തോരമുണ്ട്? നമ്മുടെ കേരളത്തിന്റെ 1/3 പോലും ഇല്ല. അത്രയും ചെറിയ രാജ്യം. ഈ ചെറിയ രാജ്യത്തിന്റെ ദൈവം മാത്രമാണോ നമ്മുടെ ദൈവം? ആണോ? അല്ല. ഓൾ യൂണിവേഴ്സ്, സകലത്തിന്റെയും ദൈവമാണ് എൻ്റെ ദൈവം എന്ന ചിന്ത ഇന്ന് പലർക്കും ഇല്ല. ആ ഇല്ലാത്തതാണ് നമ്മൾ ദൈവത്തിൽ ഇങ്ങനെ ആശ്രയിക്കുന്നതിന് പ്രശ്നം. ഞാൻ വിശ്വസിക്കുന്നു, ഓക്കെ, വിശ്വാസമുണ്ട്, പക്ഷെ ആ വിശ്വാസം ഒരിക്കലും ശ്രേഷ്ഠമല്ലാതെ പോകുന്നതിന്റെ കാരണം എൻ്റെ ദൈവത്തിലുള്ള വിശ്വാസം എൻ്റെ കാര്യം നടത്തി തരുന്ന ഒരു കാര്യസ്ഥൻ മാത്രമാണെന്ന ചിന്തയാണ്. ഇതുകൊണ്ടാണ് തോമസ് ഈ ചോദ്യം ചോദിക്കുന്നത്, കർത്താവ് നീ എവിടേക്ക് പോകുന്നു എന്ന് ഞങ്ങൾക്ക് അറിയില്ല, പിന്നെ വഴി ഞങ്ങൾ എങ്ങനെ അറിയും? എന്ത് മനസ്സിലാക്കാനാ? ഞങ്ങൾക്ക് ഒന്നും മനസ്സിലായില്ല, നീ ഒന്നും കൂടി ഒന്ന് വ്യക്തമാക്ക്. അവിടെയാണ് യേശു പറയുന്ന വാക്യം. അടുത്ത വാക്യം വായിച്ചോ, 6-ാം വാക്യം. യേശു പറഞ്ഞു, വഴിയും സത്യവും ജീവനും ഞാനാണ്, എന്നിലൂടെ അല്ലാതെ ആരും പിതാവിന്റെ അടുക്കിലേക്ക് വരുന്നില്ല. എടാ, നീ വിചാരിക്കുന്ന റോമയുടെ ആധിപത്യം മാറും, ടാക്സ് കൊടുക്കുന്ന പരിപാടി നിൽക്കും, എല്ലാ കാര്യങ്ങളും നീ സേഫ് ആകും, ഇനി ടാക്സ് കൊടുക്കണ്ട, സുഖമായിട്ട് ജീവിക്കാം, ഇതാണ് നീ വിചാരിക്കുന്നത്. മറ്റേ തന്നെ മീൻ പിടിച്ചാൽ പോലും ടാക്സ് കൊടുക്കണം. ആർക്ക്?
അല്ലെ? അവിടെ കരം പിരിക്കുന്നവരില്ലേ, ചുങ്കക്കാരില്ലേ? എന്തിനാ ഈ ചുങ്കം കൊടുക്കുന്നത്? എന്തിനാ? അവിടെ ജീവിക്കണമെങ്കിൽ സ്വാതന്ത്ര്യമില്ല. ചുങ്കം പിരിക്കാൻ അവിടെ റോമൻ അധിനിവേശം കിടക്കുകയാണ്. അവർക്ക് മാസാമാസം കൃത്യമായി പൈസ കൊടുക്കണം, അല്ലെങ്കിൽ കുടിശ്ശികയാകും. എന്ത് ചെയ്താലും പൈസ കൊടുക്കണം. ഇങ്ങനെ പൈസ കൊടുക്കുന്നതിൽ നിന്ന് രക്ഷപ്പെടാം, സുഖിക്കാം, സന്തോഷിക്കാം, ഇതായിരുന്നു അവരുടെ ചിന്ത. പക്ഷേ കർത്താവ് പറയുക, അതല്ല, നീ എന്നിൽ വിശ്വസിക്കുന്നുവെങ്കിൽ ഞാനാണ് വഴിയും സത്യവും ജീവനും എന്നറിയണം. അതായത് എന്നിലൂടെ നീ പിതാവിന്റെ സന്നിധിയിൽ, ദൈവസന്നിധിയിൽ എത്താൻ പറ്റും. ഇതാണ് ഞാൻ വന്നതിന്റെ ലക്ഷ്യമെന്ന് യേശു പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. അടുത്ത വാക്യം വായിച്ചോ. നിങ്ങൾ എന്നെ അറിഞ്ഞിരുന്നെങ്കിൽ എന്റെ പിതാവിനെയും അറിയുമായിരുന്നു. ഇപ്പോൾ മുതൽ നിങ്ങൾ അവനെ അറിയുന്നു, നിങ്ങൾ അവനെ കാണുകയും ചെയ്തിരിക്കുന്നു. ഓക്കെ, ഒരാളൊന്ന് വരാമോ? ആരെങ്കിലും ഒരാളൊന്ന് വന്നേ. വട്ടം പിടിച്ച എത്തുമായിരിക്കും അല്ലേ? പിടിച്ചു നോക്കാം. ഓക്കെ, ഒന്ന് വായിച്ചോ, ഒന്നൊരു വായിച്ചോ. നിങ്ങൾ എന്നെ അറിഞ്ഞിരുന്നുവെങ്കിൽ എന്റെ പിതാവിനെയും അറിയുമായിരുന്നു. അതായത് ഇപ്പോ കാര്യം പ്രായത്തിലൊന്നും വലിയ കാര്യമായിട്ട് ഞങ്ങൾ തമ്മിൽ വലിയ വ്യത്യാസമൊന്നും ഇല്ലെങ്കിലും ഇത്തിരി കഷണ്ടിയൊക്കെ വന്നുകൊണ്ട് നമുക്ക് പുള്ളിനെ പിടിച്ച് അപ്പനാകാം, ഞാൻ ചെറുപ്പക്കാരനായിട്ടും മകനായിട്ട് മാറാം കുറച്ച് നേരത്തേക്ക്. കുഴപ്പമില്ലല്ലേ? ഒരു കുഴപ്പമില്ല. ഓക്കെ, അപ്പൊ ഇത് അപ്പൻ ഞാൻ മകൻ എന്ന് വിചാരിക്കുക നിങ്ങൾ കുറച്ച് നേരത്തേക്ക്, കുറച്ച് അല്പം നേരത്തേക്ക് മാത്രം. കുറച്ച് കഴിഞ്ഞാൽ നിങ്ങൾ മാറ്റി വന്നേക്കണത്. അപ്പൊ ഇങ്ങോട്ട് കണ്ടു കഴിഞ്ഞാൽ എന്നെ കണ്ടതിന് തുല്യമാകുമോ? ഇല്ല. ആളപ്പനും ഞാൻ മകനുമാണെന്ന് വിചാരിക്കുക. അപ്പനെ കാണേണ്ട കാര്യത്തിന് അപ്പനെ തന്നെ കാണണ്ടേ? മകനെ കണ്ടുകൊണ്ട് വല്ല കാര്യമുണ്ടോ? ഇല്ല, യാതൊരു കാര്യമില്ല. പക്ഷെ യേശു പറയുന്ന ഒരു കാര്യം എന്നാ, നിങ്ങൾ എന്നെ അറിഞ്ഞിരുന്നുവെങ്കിൽ എന്റെ പിതാവിനെയും അറിയുമായിരുന്നു. എന്നെ അറിയുന്നവർക്ക് എന്റെ അപ്പനെ അറിയണമെന്ന് വലിയ നിർബന്ധമുണ്ടോ? എത്ര പേർക്ക് എന്റെ അപ്പന്റെ പേരറിയാം? എന്റെ അപ്പന്റെ പേര് എത്ര പേർക്ക് അറിയാം? ഡെസ്റ്റിൻ ജെവിഡി എന്നുള്ള എപ്പോഴും കിടക്കുന്നേ. അതുകൊണ്ട് നിങ്ങൾക്ക് എന്റെ അപ്പന്റെ പേര് അറിയാൻ സാധ്യതയില്ല. എന്റെ പേരെന്തുവാ? ആന്റണി. ഒരാൾക്ക് അറിയാം, കുറച്ച് പേർക്കൊക്കെ അറിയാം, കാരണം ഫേസ്ബുക്ക് ഐഡിയോ അല്ലെങ്കിൽ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ കണ്ടുപരിച്ചുണ്ടാവും. പക്ഷെ എല്ലാവർക്കും അറിയണമെന്ന് വലിയ നിർബന്ധമൊന്നും ഇല്ല. പക്ഷെ ഡെസ്റ്റിനെ ചിലപ്പോൾ കുറച്ച് പേര് അറിയായിരിക്കും, ആന്റണിയെ ചിലപ്പോൾ അറിയാൻ ചാൻസ് ഇല്ല. എൻ്റെ അപ്പനെ കണ്ടിട്ടുള്ള എത്ര പേരുണ്ട് ഇതിനകത്ത്? കുറച്ച് പേരുണ്ടാവും. മോനിശാനൊക്കെ കണ്ടിട്ടുണ്ട്, അങ്ങനെ കുറച്ച് പേരൊക്കെ കണ്ടിട്ടുള്ളൂ. അപ്പൊ എന്നെ കണ്ടാൽ എൻ്റെ അപ്പനെ കണ്ട പോലെ ആവുമോ? അത് പാവം മെല്ലിച്ചുണങ്ങിയ ഒരു പാവമാണ്, ഇതേപോലെ ഒന്നുമല്ല, തടിച്ചു വീർത്തുന്നല്ല. ഒരു വളരെ അല്പം മാത്രം ഭക്ഷണം കഴിക്കുന്ന എൻ്റെ അപ്പൻ അങ്ങനെയായിരുന്നു. അപ്പൊ എന്നെ കണ്ടവൻ എൻ്റെ അപ്പനെ കണ്ടു എന്ന് പറയാൻ പറ്റുമോ? പറ്റത്തില്ല. അങ്ങനെ പറയണമെങ്കിൽ ഞങ്ങൾ തമ്മിൽ ഒരുപാട് സിമിലാരിറ്റി ഉണ്ടാകണം. ഇനി ഇരട്ടകളാണെങ്കിൽ പോലും നമുക്കത് പറയാൻ പറ്റത്തില്ല. എന്നെ കണ്ടവൻ എൻ്റെ ജ്യേഷ്ഠനെ കണ്ടു എന്ന് പറയാൻ പറ്റത്തില്ല. ഇവിടെ വചനം പറയുകയാണ്, നിങ്ങൾ എന്നെ അറിഞ്ഞിരുന്നുവെങ്കിൽ എന്റെ പിതാവിനെയും അറിയുമായിരുന്നു. എന്നിട്ട് പറയാണ്, ഇപ്പോൾ മുതൽ നിങ്ങൾ അവനെ അറിയുന്നു, നിങ്ങൾ അവനെ കാണുകയും ചെയ്തിരിക്കുന്നു. അതായത് എന്നെ കണ്ടവൻ പിതാവിനെ കണ്ടു, ഞാനും പിതാവും ഒന്നാണ്, യാതൊരുവിധ മാറ്റവും ഇല്ല. ഞങ്ങൾ തമ്മിൽ ഒരു ചേഞ്ചും ഇല്ല, രണ്ടും ഒന്നാണ് എന്ന് പറയുക. ഞങ്ങളെ കണ്ടിട്ട് അങ്ങനെ തോന്നുള്ളല്ലോ അല്ലേ? നല്ല വ്യത്യാസമില്ലേ? ആ തീറ്റയുടെ വ്യത്യാസമാണ് പോയിരുന്നു. ഓക്കെ, അത് വ്യത്യാസം ഉണ്ടാവും, കുഴപ്പമില്ല. പുള്ളിനെ പോലെ ഞാൻ ശ്രമിക്കാം, കുഴപ്പമില്ല. എന്തായാലും യേശു പറയുന്ന വാക്യം നിങ്ങൾ ശ്രദ്ധിച്ച്, എന്നെ കണ്ടവൻ എന്റെ പിതാവിനെ കാണുന്നു, എന്നെ അറിഞ്ഞവൻ എന്റെ പിതാവിനെ അറിയുന്നു. ഞങ്ങൾ തമ്മിൽ യാതൊരുവിധ വ്യത്യാസവുമില്ല. ഇത് രണ്ടും ഒന്ന് തന്നെയാണ്. ഇനി നിങ്ങൾ 1-ാമത്തെ വചനം മുതൽ വായിക്കുക. ഈ ഒരു ആശയം വെച്ചിട്ട് എന്താണ് യേശു പറഞ്ഞു വെക്കാൻ ആഗ്രഹിക്കുന്നത് എന്ന് മനസ്സിലാക്കിയിട്ട് നമ്മൾ വീണ്ടും 1-ലേക്ക് തിരിച്ചു പോകുക. 1-ാമത്തെ വാക്യം വായിച്ചു. നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകേണ്ട, ദൈവത്തിൽ വിശ്വസിക്കുവിൻ, എന്നിലും വിശ്വസിക്കുവിൻ. എന്റെ പിതാവിന്റെ ഒരു കാര്യം ശ്രദ്ധിച്ചു. അതായത് നമ്മളുടെ ഹൃദയം എവിടെയെങ്കിലും അസ്വസ്ഥമാകുന്നുണ്ടെങ്കിൽ നമ്മുടെ വിശ്വാസത്തിന്റെ പ്രശ്നമാണത്. ഏതെങ്കിലും ഒരു കാര്യം എനിക്ക് ലഭിക്കുന്നില്ല, നടക്കുന്നില്ല എന്നൊരു ചിന്ത നമ്മുടെ ഉള്ളിൽ വരുന്നെങ്കിൽ അതിന്റെ പ്രശ്നം എന്റെ വിശ്വാസമാണ് അവിടുത്തെ പ്രശ്നം. നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകേണ്ട. ഈ അസ്വസ്ഥമാകുന്നതിന്റെ കാരണം നിന്റെ വിശ്വാസം ശരിയല്ല. നിന്റെ വിശ്വാസം പ്രോപ്പറായാൽ, വിശ്വാസം കറക്റ്റായാൽ അസ്വസ്ഥത മാറും, അസ്വസ്ഥത നീങ്ങിപ്പോകും. എന്താണ് നീ വിശ്വസിക്കേണ്ടത്? എന്നിലും എന്റെ പിതാവിലും നീ വിശ്വസിക്കണം, ദൈവത്തിലും. എന്താണ് ആ വിശ്വാസത്തിന്റെ ശക്തി? ഞങ്ങൾ രണ്ടുപേരും ഒന്ന് തന്നെയാണെന്ന് നീ മനസ്സിലാക്കിയാൽ ആ വിശ്വാസം ശരിയായി, ആ വിശ്വാസം ഓക്കെ ആയി. നിങ്ങൾ ശ്രദ്ധിച്ചോ, ഉൽപ്പത്തി മുതൽ നിങ്ങൾ വെളിപാട് പുസ്തകം വരെ വായിക്കുക. ഏതെങ്കിലും ഒരു പുസ്തകത്തിൽ ആരെങ്കിലും എപ്പോഴെങ്കിലും ഏതെങ്കിലും പ്രവാചകന്മാരോ മനുഷ്യരോ ആരെങ്കിലും എന്നിലും പിതാവിലും വിശ്വസിക്കാൻ പറഞ്ഞൊരു കാര്യം എവിടെയെങ്കിലും കാണാൻ പറ്റുമോ? രണ്ടിലും ഈക്വലൈസേഷൻ ചെയ്ത് രണ്ടുപേരും തുല്യരായിട്ട് പറഞ്ഞ് വിശ്വസിക്കുമെന്ന് എന്ന് പറഞ്ഞ ആരെങ്കിലും ഒരു പ്രവാചകനെ കാണാൻ പറ്റുമോ? ഇല്ല, ഒരൊറ്റ പ്രവാചകനും പറഞ്ഞിട്ടില്ല. നമുക്കൊരു വാക്യം വായിക്കാം. പുറപ്പാട് പുസ്തകം 4-ാം അധ്യായം 1-ാം വാക്യം. പുറപ്പാട് പുസ്തകം 4-ാം അധ്യായം 1-ാം വാക്യം.
മോശ പറഞ്ഞു, അവർ എന്നെ വിശ്വസിക്കുകയില്ല, എന്റെ വാക്ക് കേൾക്കുകയുമില്ല. കർത്താവ് നിനക്ക് പ്രത്യക്ഷപ്പെട്ടില്ല എന്നവർ പറയും. മോശയ്ക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. കർത്താവെ, കാര്യമൊക്കെ ശരിയാ, മലയാളം മുകളിൽ വെച്ച് നീ എന്നെ കണ്ടു, അത്ഭുതം കണ്ടു, വലിയ പ്രവൃത്തിയൊക്കെ നീ ചെയ്തു, എന്റെ കയ്യിലൊരു വടി തന്നിട്ടുണ്ട്, ഈ വടി പാമ്പാവും, ഈ വടി നീട്ടിയ ചെങ്കടൽ പിളരും, എല്ലാം നടത്താമെന്ന് നീ വാഗ്ദാനം തന്നിട്ടുണ്ട്, ഇതൊക്കെ ഓക്കെ, ഞാൻ വിശ്വസിക്കുന്നു. പക്ഷേ എന്നെ അവർ വിശ്വസിക്കത്തില്ല. കാരണം ഞാനൊരു 40 വർഷം മുമ്പ് ഞാൻ അവന്മാരുടെ ഇടയിൽ നിന്ന് തിരിച്ചു പോകുന്നതാണ്. അതുകൊണ്ട് എന്നെ അവർ വിശ്വസിക്കാൻ യാതൊരുവിധ സാധ്യതയുമില്ല. അതായത് എൻ്റെ ഈ മുഖം ഇങ്ങനെ കാണുമ്പോൾ ചിലർ വിശ്വസിക്കാത്തതിൻ്റെ കാരണം 10-13 വർഷം മുമ്പ് കള്ളുകുടിയനായിരുന്ന, തികഞ്ഞ മദ്യപാനിയായിരുന്ന എന്നെ കാണുമ്പോൾ ചിലരിങ്ങനെ യൂട്യൂബിൽ നോക്കുമ്പോൾ ഇവൻ വചനം പറയുന്നോ, ഇത് അവൻ തന്നെയല്ലേ, ഒന്ന് കണ്ണു മുഴിച്ചിട്ട് ഒന്നുകൂടി നോക്കും, ശരിയാണല്ലോ, ഇത് അത് തന്നെയാണല്ലോ, എന്നിട്ട് വേണമെങ്കിൽ ഒന്ന് കാണും. പലപ്പോഴും എങ്ങനെയാ, മോശയെ അവർക്ക് വിശ്വസിക്കാൻ പറ്റത്തില്ല, കാരണം മോശ അവരുടെ കൂടെ നടന്നവനാണ്. അതുകൊണ്ട് ആ മോശയെ അവർക്ക് യാതൊരു വിധത്തിലും വിശ്വസിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് മോശ അവിടെ പറയുന്നത്, എന്റെ വാക്കുകൾ അവർ വിശ്വസിക്കത്തില്ല എന്ന് പറയുന്നത്. സംഖ്യാപുസ്തകം 14-ാം അധ്യായം അതിന്റെ 11-ാം വാക്യം വായിക്കാം. സംഖ്യ 14:11. കർത്താവ് മോശയോട് അരുളി ചെയ്തു, ഈ ജനം എത്രത്തോളം എന്നെ പ്രകോപിപ്പിക്കും? അവരുടെ മധ്യേ ഞാൻ പ്രവർത്തിച്ചിട്ടുള്ള അടയാളങ്ങൾ കണ്ടിട്ടും എത്രനാൾ എന്നെ അവർ വിശ്വസിക്കാതിരിക്കും? അതായത് ദൈവം ഇവിടെ തിരിച്ചു മോശയോട് പറയുന്നൊരു വാക്ക്. നമ്മൾ ആദ്യം കണ്ടത് മോശ ദൈവത്തോട് പറയുക, ദൈവമേ അവന്മാരെന്നെ വിശ്വസിക്കത്തില്ല. അപ്പൊ ദൈവം മോശയോട് പറഞ്ഞു, നീ പേടിക്കണ്ട, ഞാൻ നിന്റെ കൂടെ പ്രവർത്തിക്കും, നീ ചെയ്യുന്ന പ്രവർത്തികളിലൂടെ അവർ നിന്നെ വിശ്വസിക്കും. അവർ ആരെ വിശ്വസിക്കും? മോശയെ വിശ്വസിക്കും. മോശയുടെ കൂടെ ദൈവം പ്രവർത്തിക്കുന്നുണ്ട് എന്നൊരു ബോധ്യം അവർക്ക് വരും. അത് വന്നു. പലപ്പോഴായി മോശയെ അവർ ഭയപ്പെട്ടു, ദൈവ സാന്നിധ്യം മോശയുടെ കൂടെ ഉണ്ടെന്നുള്ള ബോധ്യം ജനത്തിന് വന്നു. പക്ഷെ സംഖ്യാപുസ്തകത്തിലേക്ക് വന്നപ്പോ സംഭവം മാറി, നേരെ തിരിച്ചാ. ആദ്യം ദൈവം മോശയോടെ പരാതി പറയുന്നത് അങ്ങോട്ട്, ഇപ്പൊ തിരിച്ച് ആരാ പരാതി പറയുന്നത്? ദൈവം ഇങ്ങോട്ട് പറയുന്നത്. ആദ്യം മോശ ദൈവത്തോട് പറഞ്ഞു, ഇപ്പൊ ദൈവം മോശയോട് തിരിച്ചു പറയുകയാണ്. കർത്താവ് മോശയോട് അരുളി ചെയ്തു, ഈ ജനം എത്രത്തോളം എന്നെ പ്രകോപിപ്പിക്കും? അവരുടെ മധ്യ ഞാൻ പ്രവർത്തിച്ചിട്ടുള്ള അടയാളങ്ങൾ കണ്ടിട്ടും എത്ര നാൾ അവർ എന്നെ വിശ്വസിക്കാതിരിക്കും? അതായത് ചെങ്കടൽ പിളർത്തി കൊടുത്തു, കാടപ്പക്ഷിയെ കൊടുത്തു, മന്ന കൊടുത്തു, ഇവർക്ക് ആവശ്യമുള്ള സകലതും കൊടുത്തു, എന്നിട്ട് ജനം വിശ്വസിക്കുന്നുണ്ടോ? അവരുടെ ആവശ്യം കാണാൻ അവരെന്ത് ചെയ്യും? മോശയുടെ മുമ്പിൽ വരും. മോശ, ഞങ്ങൾക്ക് ഭക്ഷണമില്ല, മോശ ഞങ്ങൾക്ക് വെള്ളമില്ല, മോശ ഞങ്ങൾക്ക് വിശക്കുന്നു, ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പറയും. ദൈവം അവർക്ക് അയച്ചു കൊടുക്കും, ഓരോ കാര്യങ്ങൾ ചെയ്തു കൊടുക്കും. എന്നിട്ടും അവരാരെ വിശ്വസിക്കുന്നില്ല? ദൈവത്തെ വിശ്വസിക്കുന്നില്ല. പകരം ആരെ വിശ്വസിക്കുന്നു? മോശയോട് അവർക്ക് ഭയമുണ്ട്. കാരണം മോശയിൽ ദൈവം പ്രവർത്തിക്കുന്നു എന്നുള്ളൊരു ബോധ്യം അവർക്കുണ്ട്. ഇന്ന് പലപ്പോഴും നമ്മുടെയും കാര്യം അങ്ങനെ തന്നെയാണ്. ദൈവം എന്നെ കാണുന്നു എന്നൊരു ബോധ്യം നമുക്കില്ല, പക്ഷെ മനുഷ്യൻ കാണുന്നുള്ള ബോധ്യം നമുക്കുണ്ട്, ഇല്ലേ? മനുഷ്യൻ കാണുന്നുള്ള ചിന്ത നമുക്കുണ്ട്. ഞാൻ എൻ്റെ അയൽവക്കത്തുള്ള കടയിൽ നിന്ന് ഞാൻ സിഗരറ്റ് വാങ്ങില്ലായിരുന്നു. ആദ്യം കുറച്ച് ദൂരെ പോയി സിഗരറ്റ് വാങ്ങിക്കാം, കാരണം അയൽവക്കത്തുള്ള കടയിൽ എൻ്റെ അപ്പം ചെല്ലും. അപ്പൊ അപ്പം വരുമ്പോ ആ ചേട്ടൻ പറയും, നിന്റെ മോൻ ഇന്ന് ഇവിടെ ഒന്ന് സിഗരറ്റ് വാങ്ങിച്ചു കൊണ്ടുപോയെന്ന് പറയും. അപ്പൊ എനിക്ക് ആ ചേട്ടന് പേടിയുണ്ട്, പക്ഷെ ആരെ പേടിയില്ല? ദൈവത്തെ പേടിയില്ല. എന്നിട്ട് ഞാൻ പള്ളിയുടെ പുറകെ പോയിരുന്ന് സിഗരറ്റ് വലിക്കും. പള്ളിയുടെ പുറകിൽ ഓഡിറ്റോറിയത്തിന്റെ സൈഡിൽ പോയിരുന്ന് സിഗരറ്റ് വലിക്കും. ആ പള്ളിയിൽ ദൈവം ഉണ്ടെന്നുള്ള ബോധ്യം ഉണ്ടെങ്കിൽ ഞാൻ അവിടെ ചെയ്യോ? എനിക്ക് ആരെ പേടിയുണ്ട്? അയലൊക്കത്തുള്ള കടക്കാരനെയും പേടിയുണ്ട്, എൻ്റെ അപ്പനെയും പേടിയുണ്ട്. ആരെ പേടിയില്ല? ദൈവത്തെ ഭയമില്ല. അതുകൊണ്ടാണ് ആ പള്ളിയുടെ പുറകിൽ, ഓഡിറ്റോറിയത്തിന്റെ പുറകിൽ സിമിത്തേരിയുടെ സൈഡിൽ പോയിരുന്ന് ആരും കാണാതെ സുഖമായിട്ടിരുന്ന് സിഗരറ്റ് വലിക്കുക. പക്ഷെ ദൈവം, സ്വർഗത്തിൽ നിന്നും ദൈവം കാണുന്നുണ്ടെന്നുള്ള ബോധ്യം നമുക്കില്ല, ആ ഒരു ചിന്തയേ ഇല്ല. ഇന്ന് എല്ലാ മനുഷ്യന്റെയും പ്രശ്നം അത് തന്നെയാണ്. ഏതൊരു വ്യക്തിയും അവൻ പാപം ചെയ്യുമ്പോൾ അവൻ മനുഷ്യനെ ഭയക്കുന്നു, ദൈവത്തെ ഭയക്കുന്നില്ല. അവന് ദൈവത്തെ ഭയമില്ല, ദൈവം കാണുമെന്നൊരു ബോധ്യം പോലുമില്ല. ഏത് ഇരുട്ടത്തും ഏത് തിന്മയും ചെയ്യാൻ മനുഷ്യൻ തയ്യാറാ. അതിന്റെ പ്രധാനപ്പെട്ട വിഷയം അവന്റെ ദൈവം അവന്റെ കൂടെയുണ്ടെന്നൊരു ചിന്ത അവനില്ല. അതിന്റെ പ്രധാനപ്പെട്ട പ്രശ്നം, നമ്മൾ ദൈവത്തെ കാണുന്നത് എങ്ങനെയാ? വിഗ്രഹത്തിലാണ് കാണുന്നത്. ഞങ്ങളുടെ പള്ളിയിൽ ഈ രൂപങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ, വലിയ വലിയ രൂപങ്ങൾ. അപ്പൊ പഴയ പള്ളി പൊളിച്ചു അതിന്റെ അൾത്താര മാത്രം പൊളിച്ച് പുതിയൊരു പള്ളി വന്നു പണിയാനായിട്ട്. ആ കാര്യങ്ങൾ ചെയ്തപ്പോൾ ഈ പഴയ പള്ളിയിലിരുന്ന എൻ്റെ ഹൈറ്റുള്ള രൂപങ്ങൾ, നല്ല വലിയ രൂപങ്ങൾ ഉണ്ടായിരുന്നു. ഇത് കൊണ്ടുവന്ന് ഈ മൂത്രപ്പുരയും അല്ലെങ്കിൽ ആ മണിമാളികയൊക്കെ ഒരു സൈഡിൽ ഇങ്ങനെ ഇരിക്കുന്നത്, ഈ മണിമാളികയുടെ സൈഡിൽ ഇങ്ങനെ കൊടുന്ന് നിക്ഷേപിച്ചു വെച്ചു. ഈ 3 എണ്ണം, 2-3 ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ഇതിനവിടെ വെച്ച് കഴിഞ്ഞിട്ട് ഞങ്ങൾ അതുവരെ അവിടെ ഇരുന്ന് വർത്താനം പറയുമായിരുന്നു. ആ സൈഡിൽ, അതായത് കുർബാനയ്ക്ക് പോവാതെ, പള്ളി പോവാതെ അവിടെ സൈഡിൽ ഇരുന്ന് വർത്താനം പറയുമായിരുന്നു. ഈ 3 എണ്ണത്തിന് അവിടെ കൊണ്ടുവന്ന് വെച്ച സമയം മുതൽ ഞങ്ങൾ സ്ഥലം മാറ്റി ഇപ്പുറത്തെ സൈഡിലേക്ക് ആക്കി. ഇനി പുള്ളി കണ്ടിട്ട് പുള്ളിക്കൊരു വിഷമം തോന്നണ്ട. നമ്മുടെ വിശ്വാസം ഈ വിഗ്രഹത്തിലാ.
ഏത് പള്ളിയിൽ അകത്തിരിക്കുമ്പോൾ നമുക്കൊരു ചിന്തയുണ്ട്, അങ്ങോരെങ്ങാനും കണ്ടാലോ, പുള്ളി എങ്ങാനും എന്തെങ്കിലും ചെയ്താലോ എന്നൊരു ചിന്തയുണ്ട്. ഈ വിശ്വാസം ഈ സർവ്വപ്രപഞ്ചത്തിലും എൻ്റെ ദൈവമുണ്ടെന്നുള്ള ബോധ്യം മനുഷ്യനില്ലാതെയാക്കി, മനുഷ്യന്റെ ബോധ്യത്തെ നശിപ്പിച്ചു. യഥാർത്ഥത്തിൽ നീ ഏത് ഇരുട്ടത്തും ഏത് മറവിലും എവിടെ ചെയ്യുന്നതും കാണാൻ കഴിവുള്ളവനാണ് എൻ്റെ ദൈവം, എൻ്റെ സൃഷ്ടാവ് എന്ന ബോധ്യം മനുഷ്യനില്ലാതെ വന്നു. ദൈവത്തിൽ വിശ്വാസമില്ലാതെ അവിടെയാണ് നമ്മൾ നോക്കുന്ന. മോശ ആദ്യം പറഞ്ഞു, കർത്താവ് നീ അയച്ചതൊന്നും ഇവന്മാർ ഈ കള്ളന്മാരൊന്നും വിശ്വസിക്കാൻ പോകുന്നില്ല, എത്ര പ്രവൃത്തി കണ്ടാലും ഇവന്മാർ വിശ്വസിക്കാൻ പോകുന്നില്ല. പക്ഷെ അത് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ നേരെ തിരിച്ച് ദൈവം പറയുക, എത്ര ശക്തമായ പ്രവൃത്തി കണ്ടിട്ടും ഇവരെന്ത് ചെയ്യുന്നു, എന്നെ മർദ്ദലിക്കുന്നു, എന്നെ അവർ വിശ്വസിക്കുന്നില്ലല്ലോ എന്ന് പറയാൻ തക്കവണ്ണം ദൈവത്തിന്റെ ആ ഒരു ചിന്തയിൽ പോലും അത് വരുന്ന അവസ്ഥയിലേക്ക് അവിടെ കടന്നു വന്നു. ഒന്ന് പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ സ്തുതിക്കുന്നു. യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായം 21-ാം വാക്യം ഒന്ന് വായിക്കാമോ? യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായം 21-ാം വാക്യം. യേശു പറഞ്ഞു, സ്ത്രീയെ എന്നെ വിശ്വസിക്കുക, ഈ മലയിലോ ജെറുസലേമിലോ നിങ്ങൾ പിതാവിനെ ആരാധിക്കാത്ത സമയം വരുന്നു. നിങ്ങൾ അറിയാത്തതിനെ ആരാധിക്കുന്നു, ഞങ്ങൾ അറിയുന്നതിനെ ആരാധിക്കുന്നു. ആമേൻ. യേശു അവിടെ വ്യക്തമായിട്ട് പറയുന്ന ഒരു കാര്യമുണ്ട്. നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഈ മലയിലോ ജെറുസലേമിലോ ഏതെങ്കിലും ഒരു മലയുടെ മുകളിൽ മാത്രമാണോ ദൈവം ഉള്ളത്? ആണോ? ദൈവം സർവപ്രപഞ്ചത്തിന്റെ സൃഷ്ടാവാണ്, അവൻ സർവ്വവ്യാപിയാണ്, സകല സ്ഥലത്തും ആ ദൈവമുണ്ട്. അങ്ങനെ നമ്മൾ വിചാരിക്കുന്ന ഏതെങ്കിലും ഒരു പള്ളിയിലോ ഏതെങ്കിലും ഒരു വിഗ്രഹത്തിലോ എവിടെയെങ്കിലും അങ്ങനെ മാത്രം ഇരിക്കുന്ന ഒരു ദൈവമല്ല. ആ ദൈവം സകലത്തിനെയും അധിപനായ ദൈവമാണ്. ഇത് വ്യക്തമായിട്ട് ദൈവാത്മാവിൽ ആ സ്ത്രീയോട് പറഞ്ഞു നോക്കുക, എടി നിന്റെ വിശ്വാസം എന്തുവാ? നീ ചിന്തിക്കുന്നത് ഈ പറയുന്ന സമരിയായിലുള്ളവർ ചിന്തിക്കുന്നത് ഈ സമരിയായിലെ ഈ മലയിലാണ് ദൈവമുള്ളത് എന്നാണ് നിങ്ങൾ വിശ്വസിക്കുന്നത്. എന്നാൽ യൂദായിലുള്ളവർ വിശ്വസിക്കുന്നത് ഈ ജെറുസലേം മലയിലാണ് ദൈവമുള്ളത്, അല്ലെങ്കിൽ ഈ യഹൂദ ദേവാലയത്തിലാണ് ദൈവമുള്ളത്. ഇങ്ങനെ ചിന്തിക്കുന്ന ഒരു ചിന്തയാണ് നിങ്ങളുടെ ഉള്ളിലുള്ളത്. എന്നാൽ ആ ചിന്ത യഥാർത്ഥ വിശ്വാസമല്ല, അത് വിശ്വാസമില്ലായ്മയാണ്. സത്യവിശ്വാസം എന്ന് പറയുന്നത് സകലത്തിലും ദൈവമുണ്ട് എന്നൊരു ബോധ്യം നിന്റെ ഉള്ളിൽ ഉണ്ടാകണം എന്നുള്ളതാണ്. യോഹന്നാന്റെ സുവിശേഷം 6:36. എന്നാൽ നിങ്ങൾ എന്നെ കണ്ടിട്ടും വിശ്വസിക്കുന്നില്ല എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടല്ലോ. പിതാവ് എനിക്ക് നൽകുന്നവരെല്ലാം എൻ്റെ അടുത്ത് വരും. എന്നാൽ നിങ്ങൾ എന്നെ കണ്ടിട്ടും വിശ്വസിക്കുന്നില്ല എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടല്ലോ. നിങ്ങൾ ശ്രദ്ധിച്ചേ, നിങ്ങൾ എന്നെ കണ്ടിട്ടും വിശ്വസിക്കുന്നില്ല എന്ന് യേശു പറയണമെങ്കിൽ അതെന്തുകൊണ്ടായിരിക്കും? ഇപ്പൊ യേശുവിനെ കണ്ടിട്ട് അവൻ എന്താ വിശ്വസിക്കാത്തത്? ഇത് യേശുവാണെന്ന് വിശ്വസിച്ചില്ലേ? ഇതൊരു മനുഷ്യനാണെന്ന് വിശ്വസിച്ചില്ലേ? യേശു ചെയ്ത അത്ഭുത പ്രവൃത്തികൾ വിശ്വസിച്ചില്ലേ? യേശു പറഞ്ഞ പ്രബോധനങ്ങൾ അവർ ഉൾക്കൊണ്ടില്ലേ? ഇതൊന്നും ആണോ? എന്തെങ്കിലും ആണോ? ഇതൊക്കെ അവർ വിശ്വസിച്ചു ഇല്ലേ? അത്ഭുതത്തിന് പിന്നാലെ അവർ വന്നല്ലോ. അപ്പം നിന്നതിന് പിന്നാലെ പിറ്റേ ദിവസം ജനം കൂടിയല്ലോ. അപ്പൊ അത്ഭുതത്തിൽ അവർ വിശ്വസിച്ചു. യേശു ഒരു തച്ചന്റെ മകനാണെന്ന് അവർ വിശ്വസിച്ചു. ആ വിശ്വാസമൊക്കെ അവർക്കുണ്ടായിരുന്നു. യേശുവിൽ അത്ഭുതങ്ങൾ നടക്കുന്നു എന്ന് അവർ വിശ്വസിച്ചു ഇല്ലേ? അന്ധനായ ആ വ്യക്തി പറയുന്നുണ്ട്, ദൈവം കൂടെ ഇല്ലെങ്കിൽ ഒരുവനും ഈ പ്രവൃത്തി ചെയ്യാൻ സാധിക്കത്തില്ല, അപ്പൊ ദൈവം നിന്റെ കൂടെ ഉണ്ട്. അതും അവർ വിശ്വസിച്ചു. മാത്രമല്ല യേശു തന്നെ ചോദിക്കുന്നുണ്ട്, ഞാൻ ആരെന്നാണ് ജനം പറയുന്നത്? ഒരു പ്രവാചകനായിട്ട് പറയുന്നുണ്ട്. യോഹന്നാൻ വീണ്ടും ഉയർത്തെഴുന്നേറ്റ് വന്നത് നിന്നിലാണെന്ന് പറയുന്നുണ്ട്, നീ ഏലിയാണെന്ന് പറയുന്നുണ്ട്, നീ ജെറമിയാണെന്ന് പറയുന്നുണ്ട്. ഇങ്ങനെ പല കാര്യങ്ങളും പറഞ്ഞു. പക്ഷെ അതൊന്നും യേശു ഉൾക്കൊണ്ടില്ല, അതൊന്നും സ്വീകരിച്ചില്ല. എന്നിട്ട് യേശു പറയാണ്, നിങ്ങൾ എന്നെ കണ്ടിട്ടും വിശ്വസിക്കുന്നില്ല. അപ്പൊ യേശുവിനെ കണ്ടിട്ട് എന്ത് വിശ്വസിക്കുന്നില്ല എന്ന് യേശു പറയുന്നേ? യേശുവിനെ കണ്ടിട്ട് ജനം എന്താണ് വിശ്വസിക്കാത്തത്? യേശു ദൈവമാണ് എന്ന ബോധ്യം അവർക്ക് ഉൾക്കൊള്ളാൻ സാധിക്കുന്നില്ല. അവരുടെ വിശ്വാസത്തിന്റെ ഏറ്റവും വലിയ കുറവ് അത് തന്നെയാണ്. ഈ കൂടെയുള്ളവൻ സർവസൃഷ്ട പ്രപഞ്ചത്തിന്റെ ദൈവമാണ്, സൃഷ്ടാവാണ് എന്ന കാര്യം അവർക്ക് വിശ്വസിക്കാൻ പറ്റത്തില്ല. അതാണ് യേശുവോട് എടുത്തു പറയുന്നത്, നിങ്ങൾ എന്നെ കണ്ടിട്ടും വിശ്വസിക്കുന്നില്ല. പിതാവിനെ കാണേണ്ടവൻ എന്നെ കണ്ടാൽ ആരെ കണ്ടു? പിതാവിനെ കണ്ടു എന്ന് യേശു പറയുമ്പോഴും യേശുവോട് വ്യക്തമാക്കുന്നത്, നിങ്ങൾ യഹോവയിൽ വിശ്വസിക്കുന്നു, പക്ഷെ ആ യഹോവ തന്നെയാണ് ഞാൻ എന്ന് നിങ്ങൾ എന്ത് ചെയ്യുന്നില്ല? നിങ്ങൾ വിശ്വസിക്കുന്നില്ല, നിങ്ങൾ സ്വീകരിക്കുന്നില്ല, നിങ്ങൾക്ക് അംഗീകരിക്കാൻ കഴിയുന്നില്ല. നിങ്ങളുടെ വിശ്വാസത്തിന്റെ ഏറ്റവും വലിയ പ്രതിഷ്ഠവും പ്രോബ്ലവും അത് തന്നെയാണ്. നമുക്ക് മനുഷ്യനെ പേടിയാ, ആരെ പേടിയില്ല? ദൈവത്തെ പേടിയില്ല. ഷിബു ബ്രദർ കണ്ടാൽ എന്നെ ചീത്ത പറയും, എന്നെ കുറ്റം പറയും. ഇത് നമ്മുടെ ഉള്ളിലുണ്ട്. പ്രാർത്ഥനയ്ക്ക് വന്നില്ലെങ്കിൽ ഡെസ്റ്റിൻ ബ്രദർ ഒരുപക്ഷെ വിളിച്ചു ചോദിക്കും, നിങ്ങൾ എന്തുകൊണ്ട് വന്നില്ല എന്ന് ചോദിക്കും. പക്ഷെ നിങ്ങൾക്ക് ദൈവത്തെ പേടിയില്ലെങ്കിൽ വല്ല കാര്യമുണ്ടോ? ഡെസ്റ്റിൻ നാളെ നശിച്ചു പോകും, ചിലപ്പോൾ നാളെ ചീത്തയായി പോകും, ചിലപ്പോൾ തകർന്നു പോകും, മരിച്ചു പോകും, എന്ത് സംഭവിക്കും? അത് ദൈവത്തിന്റെ വിധിയാണ്. ദൈവത്തിനെ അറിയത്തുള്ളൂ ഡെസ്റ്റിൻ എന്ത് സംഭവിക്കുമെന്ന്. ഡെസ്റ്റിനാണോ നിങ്ങളെ പിടിച്ച് സ്വർഗത്തിൽ കയറ്റുന്നത്?
ശിവബ്രതറാണ് നിങ്ങളെ പിടിച്ച് സുഖത്തിൽ കയറ്റുന്നത്? അല്ല, ദൈവവചനം പങ്കുവെക്കുക എന്ന് മാത്രമാണ് ഞങ്ങളുടെ ഉദ്ദേശം. മറ്റൊരു ഉദ്ദേശം ഞങ്ങൾക്കില്ല. നിങ്ങൾക്ക് ദൈവവുമായിട്ട് ബന്ധമില്ലെങ്കിൽ നാളെ ഈ മനുഷ്യരായിട്ട് ബന്ധമുണ്ടായിട്ട് യാതൊരുവിധ ഗുണവുമില്ല. എത്രത്തോളം ഞാൻ ഇന്ന വ്യക്തിയോട് ഞാൻ അടുത്തിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് യാതൊരു ഗുണവുമില്ല. ദൈവവുമായി നിനക്ക് ബന്ധമില്ലെങ്കിൽ, ദൈവവുമായിട്ട് നിനക്ക് അടുപ്പമില്ലെങ്കിൽ, കുറച്ചു കാലം കഴിയുമ്പോൾ ഈ വിശ്വാസം തീരും. നിന്റെ വഴി യഥാർത്ഥത്തിൽ വഴിയും സത്യവും ജീവനുമായ ക്രിസ്തു ആയിരിക്കണം നിന്റെ വഴി, അല്ലാതെ മനുഷ്യനായിരിക്കരുത് നിന്റെ വഴി. എന്നെ നോക്കിയിട്ടല്ല നിങ്ങൾ പ്രാർത്ഥിക്കേണ്ടത്, എന്നെ നോക്കിയിട്ടല്ല നിങ്ങൾ പ്രയർന്ന് വരേണ്ടത്. മനുഷ്യനെ ബോധിപ്പിക്കാനായിരിക്കരുത് നമ്മൾ ഒന്നും ചെയ്യേണ്ടത്. ആരെ ബോധിപ്പിക്കാനായിരിക്കണം? ദൈവസന്നിധിയിലായിരിക്കണം എത്തേണ്ടത്. ഇതാണ് നമ്മുടെ വിശ്വാസത്തിന്റെ ഏറ്റവും വലിയ പ്രശ്നം. ഇവിടെ യേശു വ്യക്തമായിട്ട് പറയുന്നു, യോഹന്നാന്റെ സുവിശേഷം 14:7 പറയുന്നു, നിങ്ങൾ എന്നെ അറിഞ്ഞിരുന്നുവെങ്കിൽ എന്റെ പിതാവിനെ അറിയുമായിരുന്നു. ആ വാക്യത്തോട് വായിച്ചു പോലെ 7-ാം വാക്യം. നിങ്ങൾ എന്നെ അറിഞ്ഞിരുന്നുവെങ്കിൽ എന്റെ പിതാവിനെയും അറിയുമായിരുന്നു. ഇപ്പോൾ മുതൽ നിങ്ങൾ അവനെ അറിയുന്നു, നിങ്ങൾ അവനെ കാണുകയും ചെയ്യുന്നു. ഇപ്പോൾ മുതൽ നിങ്ങൾ അവനെ അറിയുന്നു, പിതാവിനെ അറിയുന്നു. കാരണം നിങ്ങൾ അവനെ കണ്ടു. എന്നെ അറിയുന്നവൻ പിതാവിനെ അറിയുന്നു, എന്നെ കണ്ടവൻ പിതാവിനെ കാണുന്നു. പിതാവിനെ കാണേണ്ട ആഗ്രഹമുള്ളവൻ എന്നെ കണ്ടാൽ മതി എന്ന് യേശു വ്യക്തമായിട്ട് അവിടെ പഠിപ്പിച്ചു. തൊട്ടടുത്ത വാക്യത്തിൽ പീലിപ്പോസ് കൗണ്ടർ അടിക്കുക. അടുത്ത വാക്യം കൗണ്ടറാണ്. പീലിപ്പോസ് പറഞ്ഞു, കർത്താവേ, പിതാവിനെ ഞങ്ങൾക്ക് കാണിച്ചു തരിക, ഞങ്ങൾക്ക് അത് മതി. ഇത്രയും നേരം ഞാൻ ഇത്രയും നിന്നോട് പറഞ്ഞിട്ട് നിനക്ക് മനസ്സിലായില്ലടാ പീലിപ്പോസേ. നമ്മൾ നാടൻ ഭാഷയിൽ പറയില്ല. അപ്പൊ ഞാൻ ഇത്ര നേരം പിന്നെ ഈ കുടം കമഴ്ത്തി വെച്ചിട്ടാണ് ഞാൻ വെള്ളം ഒഴിച്ചുകൊണ്ടിരുന്നത്. പീലിപ്പോസേ, നീ ഉറങ്ങായിരുന്നോ? പീലിപ്പോസേ, നീ ചെവി അടച്ചു വെച്ചേക്കായിരുന്നു. ഞാൻ ഇത്രയും നേരം പറഞ്ഞത് പിന്നെ എന്തുവാ? പീലിപ്പോസ് ആത്മാർത്ഥമായിട്ട് തിരിച്ചു പറയുകയാണ്, കർത്താവേ, ഞങ്ങൾക്ക് പിതാവിനെ കാണിച്ചു തരിക, ഞങ്ങൾക്ക് അത് മതി. ശിഷ്യന്മാരുടെ വിശ്വാസത്തിന്റെ ഏറ്റവും വലിയ പ്രതികൂലമാണ് അവിടെ പീലിപ്പോസ് എടുത്തു പറഞ്ഞത്. ആദ്യം തോമസ് വെളിപ്പെടുത്തി എന്താണ് ശിഷ്യന്റെ വിശ്വാസം. അടുത്തത് പീലിപ്പോസ് വെളിപ്പെടുത്താണ് എന്താണ് ഞങ്ങളുടെ വിശ്വാസം. യേശുവിനെ കണ്ടിട്ടും യേശുവിന്റെ പ്രവൃത്തി കണ്ടിട്ടും അത് ആരാണെന്ന് വിശ്വസിക്കുന്നില്ല. ദൈവമാണെന്ന ബോധ്യം അവർക്കില്ല. ആ വിശ്വാസത്തിലേക്ക് അവർ വരുന്നില്ല. എപ്പോൾ ആ വിശ്വാസത്തിലേക്ക് വരുമ്പോ അവിടെ മാത്രമേ നിന്റെ വഴി ശരിയാകത്തുള്ളൂ, നിന്റെ പാത നേരെയാകത്തുള്ളൂ. വഴിയും സത്യവും ജീവനുമായ ക്രിസ്തുവിനെ നിനക്ക് കാണാൻ പറ്റത്തുള്ളൂ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന. അവിടെ പീലിപ്പോസിനോട് യേശു ഒരു മറുപടി പറഞ്ഞു. 9-ാമത്തെ വാക്യം. യേശു പറഞ്ഞു, ഇക്കാലം അത്രയും ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ടായിരുന്നിട്ടും പീലിപ്പോസേ, നീ എന്നെ അറിയുന്നില്ലേ? എടാ, 3.5 വർഷം ഞാൻ വെള്ളം കോരി, 3.5 വർഷം നീ തിന്നു, എന്റെ പിന്നാലെ നടന്നു, പല കാര്യങ്ങളും നീ കണ്ടു, പല അത്ഭുത പ്രവൃത്തിയും കണ്ടു. നീ എന്താ ഈ കുടം കമഴ്ത്തി വെച്ചേക്കുന്നേ? നിനക്ക് വെള്ളം ശേഖരിക്കേണ്ട ആവശ്യമൊന്നുമില്ലേ? എടാ, ഇക്കാലം എത്രയും നീ കൂടെ ഉണ്ടായിരുന്നിട്ടും നിനക്ക് ഇതുവരെ മനസ്സിലായില്ലേ ഞാൻ ആരാണെന്ന്? എടാ, ഞാനാണത് എന്ന് വ്യക്തമായിട്ട് നമ്മൾ വേറൊരു ക്ലാസ് ഇതിനകത്ത് എടുത്തിട്ടുണ്ട്. ഏശയ്യാ പ്രവചനത്തില് ഞാൻ തന്നെ അവൻ, ഞാനാകുന്നു, ഞാൻ അവനാകുന്നു എന്ന് യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായത്തിലും ഏശയ്യാ പ്രവചനത്തിലൊക്കെ പറഞ്ഞിരിക്കുന്ന വിഷയവുമായി ബന്ധപ്പെട്ട് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഒരു ക്ലാസ് എടുത്തിട്ടുണ്ട്. നമ്മുടെ പ്രശ്നവും അതാ, ഏക സത്യ ദൈവത്തെ നമുക്ക് ഇപ്പോഴും തിരിച്ചറിയാൻ പറ്റുന്നില്ല. യോനാ പ്രവാചകൻ അറിയോ? ആരെങ്കിലും യോനായി അറിയോ? ആരാ യോന? ആരാണ് യോന? ദൈവം യോനയെ വിട്ടു ഒരു പ്രവചനത്തിന്. നീ എവിടെ പോണം? നിനവയിൽ പോണം, നീ പ്രവചിക്കണം. യോന പോയി നേരെ താർശീഷിലേക്കുള്ള വണ്ടി പിടിച്ചു. കർത്താവ് എന്നെ കൊണ്ട് വയ്യ നിലവിലോട്ട് പോകാൻ. ചുറ്റുമുണ്ടായിരുന്ന വിജാതീയർ, കടൽ ക്ഷോഭിച്ചു, കപ്പൽ വലിയ അപകടത്തിലേക്ക് പെട്ടു. ആ നിമിഷം യോനായോട്, യോന സുഖമായിട്ട് കിടന്നുറങ്ങുക, ഉടായ്പ മുഴുവൻ കാണിച്ചു വെച്ചിട്ട് ആശ നമ്മളെപ്പോലെ സുഖമായിട്ട് കിടന്നുറങ്ങുക. മറ്റുള്ളവർ അവരവരുടെ ദൈവത്തെ വിളിച്ച് അപേക്ഷിച്ചു, യാതൊരു അനക്കവും ഇല്ല. ഒരനക്കവും കിട്ടാണ്ടായി കഴിയുമ്പോൾ ഇവനെ തെറ്റി വളർത്തി, എനിക്കടേ. അപ്പൊ യോന ഞെട്ടി എഴുന്നേറ്റിട്ട് ചോദിച്ചു. യോന എഴുന്നേറ്റ് നിൽക്കുമ്പോൾ യോനോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, നീ ആരാണ്? നീ ഏത് ദേശക്കാരനാണ്? നീ ആരെ ആരാധിക്കുന്നു? ഈ ചോദ്യം ചോദിച്ചു. ഞങ്ങൾ കിട്ടാവുന്ന ഞങ്ങളുടെ ദൂതന്മാരെ ദൈവത്തിലേക്ക് വിളിച്ച് ഞങ്ങൾക്ക് അറിയാവുന്ന ദൈവങ്ങളൊക്കെ വിളിച്ച് അപേക്ഷിച്ച് നോക്കി, യാതൊരുവിധ ഗുണം ഉണ്ടായില്ല. കാറ്റും കടലും കൂടുതൽ ശോഭിക്കുന്നു മാത്രമേ ഉള്ളൂ. നീ ആരാ? നിന്റെ ദൈവം ഏതാ? നീ ഒന്ന് വിളിച്ചു നോക്കേ എന്ന് പറഞ്ഞിട്ട് അവനെ എണീപ്പിച്ചു. യോന തിരിച്ചൊരു മറുപടി പറയാണ്. എന്താ മറുപടി? ഈ കടലിനെയും പ്രപഞ്ചത്തെയും സകലത്തെയും സൃഷ്ടിച്ച യഹോവയാണ് എന്റെ ദൈവം. ആ മറ്റന്മാരെ തിരിച്ചു ചോദിക്കുക, നീ എന്തൊരു മണ്ടനാടാ? എടാ, കടലിനെ സൃഷ്ടിച്ചത് നിന്റെ ദൈവമാണെങ്കിൽ ഈ കടലിന്റെ അധിപൻ ആരാണ്? യഹോവയാണ്. അപ്പോ നിനക്ക് ഇവിടുന്ന് എങ്ങനെ രക്ഷപ്പെടാൻ പറ്റും? നിന്റെ ദൈവമാണെങ്കിൽ ആ ദൈവത്തിൽ നിന്ന് ഓടി ഒളിക്കാൻ നിനക്ക് പറ്റുമോ? ആ ദൈവത്തെ മറച്ചു വെച്ചുകൊണ്ട് നിനക്ക് കള്ളത്തരം കാണിക്കാൻ പറ്റുമോ? ആ ദൈവം അറിയാതെ എന്തെങ്കിലും തിന്മ നിനക്ക് പ്രവർത്തിക്കാൻ പറ്റുമോ?
ഒന്നും നിനക്ക് ചെയ്യാൻ പറ്റത്തില്ല. പക്ഷെ നിനക്ക് ഈ ബോധ്യമില്ല. വലിയ പ്രവാചകനാണ്, വലിയ കാര്യം ചെയ്യാൻ വേണ്ടിയാ പോകുന്നേ, ഭയങ്കര വിശ്വാസമുണ്ട്, പക്ഷെ എന്ത് ബോധ്യമില്ല? തന്റെ ദൈവത്തെക്കുറിച്ചുള്ള ബോധ്യമില്ല. വിളിച്ചു പറയുന്നുണ്ട് ദൈവത്തെക്കുറിച്ച്, പക്ഷെ ബോധ്യം തീരെ നിസ്സാരമാണ്. എന്ന് പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ, യേശുവേ ആരാധന, യേശുവേ ആരാധന. നമ്മളെല്ലാം പ്രശ്നം അതാ. പ്രാർത്ഥനയ്ക്ക് വരുന്നുണ്ട്, പ്രയറിൽ നിൽക്കുന്നുണ്ട്, വർഷങ്ങളായി നമ്മൾ ആത്മാവിൽ ആരാധിക്കുന്നുണ്ട്. പക്ഷേ ഒരു പ്രശ്നം വരുമ്പോൾ ഈ പ്രശ്നത്തിന് മറുപടി കൊടുക്കാൻ കഴിവുള്ളവനാണ് എൻ്റെ ദൈവം, ഇതിനെ മറികടക്കാൻ കഴിയുന്നവനാണ് ദൈവം, എൻ്റെ ദൈവത്തിന് അസാധ്യമായ ഒന്നുമില്ല എന്ന് വിശ്വസിക്കാൻ നമുക്ക് കഴിയുന്നില്ല. പകരം നമ്മളെപ്പോഴും ദൈവത്തിന് ലിമിറ്റേഷൻ വെക്കുകയാണ്. അതിന്റെ 10ാമത്തെ വാക്യം കൂടെ ഒന്ന് വായിച്ചോ, 14:10 വായിച്ചോ. ഞാൻ പിതാവിലും പിതാവ് എന്നിലും ആണെന്ന് നീ വിശ്വസിക്കുന്നില്ലേ? ഞാൻ നിങ്ങളോട് പറയുന്ന വാക്കുകൾ സ്വമേധയാ പറയുന്നതല്ല, പ്രത്യുത എന്നിൽ വസിക്കുന്ന പിതാവ് തന്റെ പ്രവൃത്തികൾ ചെയ്യുന്നതാണ്. വീണ്ടും ദൈവം പറയുകയാണ്, ഞാൻ പിതാവിലും പിതാവ് എന്നിലുമാണെന്ന് നീ വിശ്വസിക്കുന്നില്ലേ? പലപ്പോഴും പല ആളുകളും ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, യേശു താൻ ദൈവമാണെന്ന് പറഞ്ഞിട്ടുണ്ടോ? നിങ്ങളിപ്പോൾ ഈ വാക്യത്തിൽ എത്ര പ്രാവശ്യം വായിക്കാൻ തുടങ്ങിയിട്ട് യേശു ദൈവമാണെന്ന് പറയാൻ തുടങ്ങിയിട്ട്? 14ാം അധ്യായത്തിൽ ഇപ്പൊ എത്രാമത്തെ പ്രാവശ്യം യേശു താൻ ദൈവമാണെന്ന് പറയുന്നത്? 1ാമത്തെ വാക്യം മുതൽ എല്ലാ വാക്യങ്ങളിലും ഇരിക്കുന്ന ആശയം അത് തന്നെയാണ്. യേശു താൻ ദൈവമാണ്, താൻ തന്നെയാണ് പിതാവിന്റെ ആത്മാവിൽ പ്രവർത്തിക്കുന്ന, താൻ തന്നെയാണ് പുത്രൻ, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ഏക ദൈവമാണെന്ന് തന്നെയാണ് അവിടെ വെളിപ്പെടുത്തുന്നത്. എന്നാൽ പിതാവിനെയും കാണാം, പുത്രനെയും കാണാം, പരിശുദ്ധാത്മാവിനെയും നമുക്കവിടെ കാണാൻ പറ്റും, യാതൊരു വ്യത്യാസവും ഇല്ല. ഇനി അടുത്ത താഴോട്ട് വരുമ്പോൾ പരിശുദ്ധാത്മാവിനെയും കൂടി വ്യക്തമായിട്ട് അവിടെ പറയുന്നുണ്ട്. അടുത്ത വാക്യം വായിച്ചോ, 10 വായിച്ചോ. ഞാൻ പിതാവിലും പിതാവ് എന്നിലുമാണെന്നും നീ വിശ്വസിക്കുന്നില്ലേ? ഞാൻ നിങ്ങളോട് പറയുന്ന വാക്കുകൾ സ്വമേധയാ പറയുന്നതല്ല, പ്രത്യുത എന്നിൽ വസിക്കുന്ന പിതാവ് തന്റെ പ്രവൃത്തികൾ ചെയ്യുന്നതാണ്. ഞാൻ പിതാവിലും പിതാവ് എന്നിലും ആണെന്ന് ഞാൻ പറയുന്നത് വിശ്വസിക്കുവിൻ, അല്ലെങ്കിൽ പ്രവൃത്തികൾ മൂലം വിശ്വസിക്കുവിൻ. എല്ലാ വാക്യത്തിലും ഇത് തന്നെയല്ലേ യേശു പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ഞാൻ ആരാണ്? ഞാൻ ദൈവമാണ്, ഞാനും പിതാവും ഒന്നാണ് എന്ന് തന്നെ 14ാം അധ്യായത്തിൽ എത്രയോ പ്രാവശ്യം പറഞ്ഞു. ഇത് മുഴുവൻ എടുത്തു വെച്ചാലും നിരീശ്വരവാദികളും ചോദിക്കും, അല്ലെങ്കിൽ ഇസ്ലാമിസ്റ്റുകളും ചോദിക്കും, സകല ആളുകളും ചോദിക്കും, യേശു താൻ ദൈവമാണെന്ന് എവിടെയെങ്കിലും പറഞ്ഞോ? സത്യത്തില് എനിക്ക് തോന്നുന്നത് സുവിശേഷത്തിലെ ഏത് അധ്യായം എടുത്താലും ഒരു പ്രാവശ്യമെങ്കിലും യേശു താൻ ദൈവമാണെന്ന് അവിടെ വെളിപ്പെടുത്തി കൊടുക്കുന്നുണ്ട്. അത് ഏത് വിഷയമാണോ അവിടുത്തെ കോണ്ടസ്റ്റ്, ആ കോണ്ടസ്റ്റിൽ തന്നെ താൻ ദൈവമാണെന്നുള്ള ബോധ്യം അവർക്ക് വെളിപ്പെടുന്ന രീതിയിൽ തന്നെ യേശുവോടെ പറഞ്ഞു വെക്കുന്നുണ്ട് എന്നുള്ളതാണ് സത്യം. അടുത്ത വാക്യം വായിച്ചോ. സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, എന്നിൽ വിശ്വസിക്കുന്നവനും ഞാൻ ചെയ്യുന്ന പ്രവൃത്തികൾ ചെയ്യും. ഞാൻ പിതാവിന്റെ അടുത്തേക്ക് പോകുന്നത് കൊണ്ട് ഇവയേക്കാൾ വലിയവയും അവൻ ചെയ്യും. എന്നിൽ വിശ്വസിക്കുന്നവൻ ഞാൻ ചെയ്യുന്ന പ്രവൃത്തികൾ ചെയ്യും. എന്നിൽ വിശ്വസിക്കുന്നവൻ, സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, എന്നിൽ വിശ്വസിക്കുന്നവനും ഞാൻ ചെയ്യുന്ന പ്രവൃത്തികൾ ചെയ്യും. ഞാൻ പിതാവിന്റെ അടുത്തേക്ക് പോകുന്നത് കൊണ്ട് ഇവയേക്കാൾ വലിയവയും അവൻ ചെയ്യും. ഇത് 2 കാറ്റഗറി ആയിട്ട് പ്രവൃത്തിയെ തിരിച്ചേക്കുക. ഒന്ന്, എന്നിൽ വിശ്വസിക്കുന്നവൻ ഞാൻ ചെയ്ത പ്രവൃത്തി ചെയ്യും. യേശുവിനെ ദൈവമായി ബോധ്യമായി വിശ്വസിച്ചാൽ യേശു ചെയ്ത പ്രവൃത്തി ചെയ്യും. യേശു ചെയ്ത പ്രവൃത്തി ഒരെണ്ണം പറഞ്ഞേ, ഏതെങ്കിലും ഒരെണ്ണം പറഞ്ഞേ. അന്തന് കാഴ്ച കൊടുത്തു. പിന്നെ ഒരെണ്ണം പറഞ്ഞ് മരിച്ചവനെ ഉയർപ്പിക്കുന്നു. ചെറുതൊക്കെ പറടാ, എന്തിനാ എന്നെ കഷ്ടപ്പെടുത്തുന്നേ? എന്നിട്ട് ഇവർ എന്നോട് ചോദിക്കില്ലേ, ബ്രദറും മരിച്ചവനെ ഉയർപ്പിച്ചു എന്ന് ചോദിക്കില്ലേ? പിന്നെ ഞാൻ ഇവർക്ക് മറുപടി കൊടുക്കാൻ പറ്റണ്ടേ? എനിക്കറിയാം തെറ്റാലും ബൈക്ക് എത്തപ്പത്തിന് എനിക്ക് പണിയിട്ടാക്കാരാത് എന്ന് പറഞ്ഞേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പൊ യേശു ചെയ്തത് ഒന്ന്, അന്ധന് വേണമെങ്കിൽ കാഴ്ച കൊടുത്തു. അനേക അത്ഭുതങ്ങൾ യോഹന്നാൻ പറയുന്നുണ്ട്. ഇത് തന്നെയും അവൻ താൻ ദൈവമാണെന്ന ബോധ്യത്തിലേക്ക് യേശു തന്നെ ആണെന്ന് ബോധ്യം വരാനാണ് ഇത് തന്നെ എഴുതപ്പെട്ടത്. യേശു ചെയ്ത അനേക അത്ഭുതങ്ങളുണ്ട്. ഇതെല്ലാം എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്കത് ഉൾക്കൊള്ളാൻ സാധിക്കത്തില്ല, കാരണം അത്രത്തോളം അത്ഭുതമുണ്ട്. അത്ഭുതങ്ങളുടെ ഒരു പേമഴ തന്നെ 3.5 വർഷക്കാലം കൊണ്ട് യേശു ചെയ്തു. മരിച്ചവനെ ഉയർപ്പിച്ചു. യേശുവിൽ വിശ്വസിക്കുന്നവന് വിശ്വാസത്തിന്റെ പൂർണ്ണതയിലേക്ക് ഒരു വന്നു കഴിഞ്ഞാൽ അവന് ചെയ്യാൻ പറ്റും, മരിച്ചവനെ ഉയർപ്പിക്കാൻ കഴിയും. അപ്പൊ നിങ്ങൾ ചോദിക്കും, ആ ചോദ്യം എനിക്കറിയാം ബ്രദറായി ചെയ്തിട്ടുണ്ടെന്നുള്ള ചോദ്യമല്ല നിങ്ങളുടെ ഉള്ളിൽ ഇരിക്കുന്നത്. ആ ചോദ്യം ചോദിക്കും, ഉറപ്പായിട്ടും ചോദിക്കും. നമ്മുടെ വിശ്വാസത്തിന്റെ കുറവിനെ മനസ്സിലാക്കേണ്ടത് അങ്ങനെ തന്നെയാണ്. എന്റെ വിശ്വാസത്തിൽ എവിടെയൊക്കെ കുറവുണ്ടെന്ന് ഞാൻ തിരിച്ചറിയുന്നതാ. എനിക്ക് ഇതുവരെ മരിച്ചവരെ ഉയർപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ എന്റെ വിശ്വാസം എത്രത്തോളം ഉണ്ട്, അത്രത്തോളം താഴെയാണ്. നമ്മൾ പൗലോസിനെ എടുത്തു നോക്കിയേ. പൗലോസ് വിശ്വാസത്തിലേക്ക് വന്നു. പൗലോസിന്റെ വിശ്വാസം എന്താണോ ചോദിച്ചാൽ യേശു ദൈവമാണെന്നുള്ള വിശ്വാസം പൗലോസിന് ഉറപ്പായിട്ടുണ്ടായി. എവിടെയൊക്കെ പൗലോസ് പ്രഘോഷിക്കാൻ പോകുന്നുവോ, ശക്തമായി സുവിശേഷം പ്രസംഗിക്കാൻ പോകുന്നുവോ, അവിടെയെല്ലാം പൗലോസിന്റെ ഉറപ്പ് അത് തന്നെയാണ്. യഹൂദന്മാരെന്നെ അടിക്കും,
ചുറ്റുമുള്ളവർ എന്നെ കല്ലെറിയും, ഈ ഉറപ്പുണ്ടായിട്ടും എന്നെ വിടുവിക്കുവാൻ കഴിവുള്ളവൻ ദൈവമാണെന്നൊരു ബോധ്യം പൗലോസിനുണ്ടായിരുന്നു. ഏത് അപകടത്തിൽ നിന്നും വിടുവിക്കുവാൻ കഴിവുള്ളൊരു ദൈവം, സർവശക്തനായ ദൈവമാണ് യേശു, അവൻ എൻ്റെ കൂടെ ഉണ്ടെന്നൊരു ബോധ്യം അവനുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ആഴ്ചയുടെ ആദ്യ ദിവസം, നമ്മൾ അപ്പോസ്തല പ്രവൃത്തിയിൽ വായിക്കുന്നുണ്ട് 20-ാം അധ്യായത്തിൽ, ആഴ്ചയുടെ ആദ്യ ദിവസം അപ്പം നുറുക്കാൻ ഞങ്ങൾ ഒരുമിച്ച് കൂടി. അങ്ങനെ ഒരുമിച്ച് കൂടി പ്രസംഗം ദീർഘിച്ചു കഴിഞ്ഞപ്പോൾ ജനാലയ്ക്ക് നിന്നവൻ ഇന്ന് ഇവിടെ ഇരുന്ന് ഉറങ്ങുന്ന പോലെ ജനലിൽ നിന്ന് നേരെ താഴോട്ട് പോയി. നിങ്ങൾ ധൈര്യമായിട്ട് ഉറങ്ങിക്കോ, ഇവിടെ ജനലൊന്നുമില്ല, താഴെ ഒന്നും പോയി മരിക്കാനൊന്നും പോകുന്നില്ല. ഉറങ്ങുന്നവനെ ആരും ശല്യപ്പെടുത്താൻ വേണ്ട, അവിടെ ഇരുന്ന് ഉറങ്ങട്ടെ. ഉറക്കം നടിക്കുന്നവരെ മാത്രം എഴുന്നേപ്പിച്ചാൽ മതി, ഉറങ്ങുന്നവരെ എഴുന്നേപ്പിക്കണ്ട. സമാധാനമായിട്ട് ഇവിടെയെങ്കിലും വന്നിരുന്ന് ഉറങ്ങാൻ പറ്റുന്നുണ്ടല്ലോ, വീട്ടിലും ഉറക്കമില്ല. ഈ ഉറങ്ങുന്നവൻ താഴെ വീണ് മരിച്ചു. പൗലോസ് എന്ത് ചെയ്തു? താഴെ പോയി അവനെ ചേർത്ത് പിടിച്ചു പ്രാർത്ഥിച്ചു. കാരണം പൗലോസിനൊരു കാര്യം ഉറപ്പുണ്ട്, എൻ്റെ യേശു ദൈവമാണ്. അവൻ പറഞ്ഞൊരു കാര്യമുണ്ട്, ഞാൻ ചെയ്ത കാര്യം നീ ചെയ്യും, ഞാൻ ചെയ്തതിലും അധിക കാര്യം നീ ചെയ്യും. നമ്മുടെ വിശ്വാസത്തിലെ ഏറ്റവും വലിയ പ്രതിസന്ധി അത് തന്നെയാണ്. കർത്താവെ, കൈയൊക്കെ വെക്കാം, ഡെലിവർ ആകുമോ, നടക്കുമോ? കർത്താവെ, ഞാൻ പ്രാർത്ഥിക്കാം, നടക്കുമോ? എനിക്ക് വലിയൊരു കടബാധ്യതയുണ്ട്, നടക്കുമോ? എല്ലാം നമ്മൾ പ്രാർത്ഥിക്കും, എല്ലാ വിഷയവും നമ്മൾ ദൈവസന്നിധിയിൽ വെക്കും. പക്ഷേ ഈ വെച്ചതിന്റെ തൊട്ടടുത്ത സമയം ചോദിക്കുന്നതായിരിക്കും, നടക്കുമോ, ഇത് തന്നെ നടക്കുമോ എന്നുള്ള ചോദ്യമായിരിക്കും ചോദിക്കുന്നത്. അല്ലേ? അങ്ങനെയല്ലേ നമ്മൾ ചോദിക്കുന്നത്? നമ്മുടെ ഹൃദയത്തിന്റെ ഉള്ളിൽ ഈ ചോദ്യം തന്നെ കിടക്കുക. എവിടെ ഈ ചോദ്യം നമ്മൾ മാറ്റുന്നോ അവിടെ നമ്മുടെ വിശ്വാസം ശ്രേഷ്ഠമായി. നമ്മുടെ വിശ്വാസത്തിന്റെ ഏറ്റവും വലിയ കുറവും അത് തന്നെയാണ്. ദൈവത്തിലുള്ള വിശ്വാസം നമുക്കിപ്പോഴും 1%. കർത്താവ് പറഞ്ഞ ഒരു കടുകുമണിയോളം വിശ്വാസമുണ്ടെങ്കിൽ മലയോട് മാറാൻ പറഞ്ഞാൽ മാറും. ഇന്ന് വരെ ഒരു മലയും മാറിയിട്ടില്ല, ഒരു കടുകുമണി പോലും മാറിയിട്ടില്ല എന്നുള്ളതാണ് സത്യം. അതായത് മുന്നിൽ നിൽക്കുന്ന കടുകുമണിയോട് നമ്മൾ കുറെ നേരെ പറയുന്നത് ഇതൊന്ന് മാറി തന്നെങ്കിൽ ആ കടുകുമണി മാറിയിട്ടില്ല, പിന്നെ എങ്ങനെ മല മാറാനാ? ഒന്നും മാറാൻ പോകുന്നില്ല, നമുക്കറിയാം. നമ്മുടെ ചിന്ത അതോ, നമ്മുടെ വിശ്വാസത്തിന്റെ ഏറ്റവും വലിയ പ്രശ്നവും അത് തന്നെയാണ്. ഒന്ന് പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ, യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന. യോഹന്നാന്റെ സുവിശേഷത്തിൽ നമ്മൾ വായിക്കുമ്പോൾ അത് തന്നെയാ കർത്താവ് പറഞ്ഞേ, നിന്റെ വിശ്വാസം എത്രത്തോളം ബലഹീനമാണെന്ന് നീ തിരിച്ചറിയണം ഫിലിപ്പോസേ, നീ തിരിച്ചറിയണം തോമസേ എന്നുള്ള കാര്യം അവിടെ പറഞ്ഞു വെക്കുന്നത്. നമുക്ക് ആ വാക്യം ഒന്നുകൂടി വായിക്കാം. 12-ാമത്തെ വാക്യം ഒന്നുകൂടി വായിച്ചോ. സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, എന്നിൽ വിശ്വസിക്കുന്നവനും ഞാൻ ചെയ്യുന്ന പ്രവൃത്തികൾ ചെയ്യും. ഞാൻ പിതാവിന്റെ അടുത്തേക്ക് പോകുന്നത് കൊണ്ട് ഇവയേക്കാൾ വലിയവയും അവൻ ചെയ്യും. ഇവയേക്കാൾ വലിയവയും അവൻ ചെയ്യും. അതായത് ഫിലിപ്പോസ് വിശ്വസിച്ചിരുന്നില്ല, തോമസ് വിശ്വസിച്ചിരുന്നില്ല, ശിഷ്യന്മാർ ശരിക്കും പറഞ്ഞാൽ ആരും ഈ കാര്യത്തിലേക്ക്, വിശ്വാസത്തിന്റെ ബോധ്യത്തിലേക്ക് ഉണ്ടായിരുന്നില്ല. പത്രോസ് തുറന്നു പറയുന്ന ഒരു കാര്യമുണ്ട്, നീ ജീവിക്കുന്ന ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവാണ് എന്ന് പറയുന്നുണ്ട്. അപ്പോഴും പത്രോസിനോട് കർത്താവ് പറയുന്നത്, നിന്റെ അപ്പം വെളിപ്പെടുത്തിയൊന്നുമില്ല, എൻ്റെ ദൈവപിതാവ്, എൻ്റെ സ്വർഗസ്ഥനായ പിതാവാണ് നിനക്കത് വെളിപ്പെടുത്തിയിരിക്കുന്നത്. ആ വെളിപ്പാടിന്റെ പൂർണ്ണതയിൽ നീ മനസ്സിലാക്കുമ്പോൾ ബാക്കി എല്ലാത്തിനും നീ മറക്കും, നീ ദൈവത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ തുടങ്ങും. ദൈവത്തിലുള്ള വിശ്വാസം നിന്നിൽ ബലപ്പെടും. പത്രോസിൽ എപ്പോഴാണ് വിശ്വാസം ശക്തമായി വന്നത്? എപ്പോഴാണ് വിശ്വാസം പൂർണ്ണമായി വന്നത്? പരിശുദ്ധാത്മാവ് എപ്പോ പത്രോസിലേക്ക് പൂർണ്ണമായി വന്നോ അപ്പോൾ മാത്രമാണ്, അതായത് പെന്തക്കോസ്ത് നാളിലാണ് ഈ ഒരു ബോധ്യം അവർക്ക് പൂർണ്ണമായി വന്നത്. കാരണം യേശു മരിച്ചു, 3 ദിവസം യേശുവിനെ കാണാതായി. അവരെന്ത് ചെയ്തു? മീൻ പിടിക്കാൻ പോയി, അല്ലേ? വള്ളവും വലയെടുത്ത് പോയി. നീ മനുഷ്യരെ പിടിക്കുന്നവരാക്കുമെന്ന് പറഞ്ഞ വചനം അവർ മറന്നുപോയി. അതുവരെ പ്രവർത്തിച്ച ദൈവശക്തി അവർ മറന്നുപോയി. നീ ഇതിലും വലിയ കാര്യം ചെയ്യുമെന്ന ബോധ്യം അവർ മറന്നുപോയി. ഇതൊന്നും ഉണ്ടായിരുന്നില്ല. എല്ലാം കഴിഞ്ഞ് അവർ തിരിച്ചും വീണ്ടും പഴയയിലേക്ക് പോയി. പക്ഷേ പെന്തക്കോസ്തിൽ പരിശുദ്ധാത്മാവ് വന്നു കഴിഞ്ഞപ്പോ അവരിൽ ഒരു ശക്തി വന്നു, അവരെ തിരിച്ചു പ്രവർത്തിക്കാൻ തുടങ്ങി. നിങ്ങൾ പീഡിപ്പിച്ചു കൊന്ന യേശു, നിങ്ങൾ കാൽവരിയിൽ ക്രൂശിച്ചവൻ, അവരിൽ മാത്രമേ രക്ഷയുള്ളൂ. നിന്റെ കർമ്മത്തിൽ രക്ഷയില്ല, നിന്റെ ബലി വെറുതെയാണ്. നീ ഈ ജെറുസലേം ദേവാലയത്തിൽ എത്ര കാളകളെ കൊണ്ടുവന്ന്, എത്ര ആളുകളെ കൊണ്ടുവന്ന്, എത്ര ചങ്ങാലിയെ കൊണ്ടുവന്ന് ബലിയർപ്പിച്ചാലും അവിടെ ഒന്നും ദൈവത്തിനെ വിടുവിക്കത്തില്ല. യഥാർത്ഥ വിടുതൽ നൽകുന്നവൻ കാൽവരിയിൽ ക്രൂശനായി, അവരിൽ മാത്രമേ രക്ഷയുള്ളൂ, ആ നാമത്തിൽ മാത്രമേ രക്ഷയുള്ളൂ എന്ന് വിളിച്ചു പറയാൻ തുടങ്ങി പത്രോസ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, യേശുവേ ആരാധന, യേശുവേ ആരാധന. ഈ വിശ്വാസം പരിശുദ്ധാത്മാവ് വന്നതിന് ശേഷമേ ഉള്ളൂ. പള്ളി കമ്മിറ്റിയിൽ പേരുണ്ടെന്ന് പറഞ്ഞ് വിശ്വാസം ഉണ്ടാവുന്ന നിർബന്ധമുണ്ടോ? നിർബന്ധമുണ്ടോ? കുടുംബ രജിസ്റ്ററിൽ പേരുണ്ട് എന്ന് പറഞ്ഞ് വിശ്വാസം ഉണ്ടാവുന്ന വലിയ നിർബന്ധമുണ്ടോ? ഒരു നിർബന്ധമില്ല. വോട്ടേഴ്സ് രജിസ്റ്ററിൽ പേരുണ്ടായാലും, റേഷൻ കാർഡിൽ പേരുണ്ടായാലും, പള്ളി കമ്മിറ്റിയിൽ ബാഡ്ജ് ഉണ്ടായാലും, എന്തുണ്ടായാലും വിശ്വാസമൊന്നും ഉണ്ടാകണമെന്ന് യാതൊരു നിർബന്ധമില്ല. 12 പേര് കൂടെ നടന്നവരിൽ ഇല്ലാത്ത കാര്യമാണ് ഞാൻ ഈ പറഞ്ഞു വയ്ക്കുന്നത്.
ഈ അത്ഭുതം കണ്ടിട്ടും ചെയ്തിട്ടും എല്ലാം നടന്നിട്ടും വിശ്വാസമില്ല. ഒരു കാലത്ത് അവൻ തിരിച്ചു പോകും. യൂദാസ് പോയതുപോലെ പോകും. എത്ര അത്ഭുതം കണ്ടിട്ടും ഒരു കാര്യമില്ല. ജീവിതത്തിൽ സ്വന്തമായി അനുഭവിച്ചാൽ മാത്രമേ അവന് വിശ്വാസം വരത്തുള്ളൂ. വിശ്വാസത്തിന്റെ പൂർണ്ണതയിലേക്ക് അവൻ വരത്തുള്ളൂ. എത്ര ദൈവത്തെക്കുറിച്ച് കേട്ടാലും പ്രഘോഷിച്ചാലും എന്തൊക്കെ ചെയ്താലും യാതൊരു ഗുണമില്ല. അവൻ തിരിച്ചു പോകും. വീണ്ടും യൂദാസ് ചെയ്ത പോലെ പോകും. പക്ഷേ എന്ന് ദൈവത്തെ നീ അനുഭവിക്കുന്നുവോ, അനുഭവം നിനക്ക് വരുന്നുവോ, അന്നു മുതൽ നീ പിന്മാറി പോകത്തില്ല. ക്രിസ്തുവിനെ നീ ചേർത്ത് പിടിക്കാൻ തുടങ്ങും. ഹല്ലേലൂയ, ഹല്ലേലൂയ, യേശുവേ ആരാധന. അതല്ലെങ്കിൽ നമ്മൾ തന്നെ തിരിഞ്ഞു നോക്കിയിട്ട് പറയും, കഴിഞ്ഞ കുറെ കാലം വേസ്റ്റാ, കഴിഞ്ഞ 10 വർഷം ഞാൻ ദൈവത്തിൽ ആശ്രയിച്ചു, എനിക്കൊന്നും കിട്ടിയില്ല. കാരണം എന്താ? അവൻ ദൈവത്തിൽ ആശ്രയിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാ? ഭൗതിക നേട്ടത്തിന് വേണ്ടിയിട്ട് മാത്രമാ. ഭൗതികമായ നന്മകളെ പ്രതി മാത്രം നീ ദൈവത്തിൽ ആശ്രയിക്കുന്നുവെങ്കിൽ നീ 10 അല്ല 20 അല്ല 30 വർഷം നിന്നെന്ന് പറഞ്ഞാലും നീ വീഴും. കാരണം നിന്റെ ലക്ഷ്യം ഭൗതിക നേട്ടമാ. ദൈവത്തെ അല്ല നീ അറിയുന്നത്, ദൈവത്തെ അല്ല നീ ആശ്രയിക്കുന്നത്. അടുത്ത വാക്യം വായിച്ചോ, 13-ാമത്തെ വാക്യം. നിങ്ങൾ എന്റെ നാമത്തിൽ ആവശ്യപ്പെടുന്നതെന്തും പിതാവ് പുത്രനിൽ മഹത്വപ്പെടുത്താൻ വേണ്ടി ഞാൻ പ്രവർത്തിക്കും. അവിടെ വ്യക്തമായിട്ട് പറഞ്ഞൊരു കാര്യമുണ്ട്. നിങ്ങൾ എന്റെ നാമത്തിൽ ആവശ്യപ്പെടുന്നത് എന്തും പിതാവ് പുത്രനിൽ മഹത്വപ്പെടാൻ വേണ്ടി ആര് പ്രവർത്തിക്കും? പിതാവ് പ്രവർത്തിക്കും, പുത്രൻ പ്രവർത്തിക്കുമോ? പുത്രൻ. ആര് പ്രവർത്തിക്കും? പിതാവ് പ്രവർത്തിക്കും, അല്ലേ? ബൈബിളിൽ കണ്ണുറന്നൊന്ന് വായിച്ചു നോക്കിയേ, ആര് പ്രവർത്തിക്കുന്നതാണ്? നിങ്ങൾ എന്റെ നാമത്തിൽ ആവശ്യപ്പെടുന്നത് എന്തും പിതാവ് പുത്രനിൽ മഹത്വപ്പെടാൻ വേണ്ടി ഞാൻ പ്രവർത്തിക്കും. യേശു പ്രവർത്തിക്കും. അപ്പൊ യേശുവിന്റെ നാമത്തിൽ ചോദിക്കുമ്പോൾ തരുന്ന ആരാണ്? തരുന്ന യേശു തന്നെയാണ്. അതിന് നമ്മളെയൊക്കെ ഒരു ചിന്തയുണ്ട്, യേശുവിന്റെ നാമത്തിൽ ചോദിക്കുമ്പോൾ പിതാവ് തരുന്നു, അതുകൊണ്ട് യേശു എന്തോ താഴ്ന്ന ഒരു വ്യക്തിയാണെന്നൊരു ചിന്ത നമ്മുടെ ഉള്ളിലൊക്കെ വന്നിട്ടുണ്ട്. ദൈവം നേരെ തിരിച്ചു പറഞ്ഞേ, നിങ്ങൾ എന്റെ നാമത്തിൽ ആവശ്യപ്പെടുന്നതെന്തും പിതാവ് പുത്രനിൽ മഹത്വപ്പെടാൻ വേണ്ടി ഞാൻ പ്രവർത്തിക്കും. അപ്പൊ പിതാവിന്റെയും പുത്രന്റെയും മഹത്വം ഈക്വലാണ്, യാതൊരു വ്യത്യാസവും ഇല്ല. പ്രവർത്തിക്കുന്നത് പുത്രൻ തന്നെയാണ്, തരുന്നത് പുത്രൻ തന്നെയാണ്. പുത്രൻ തരുമെന്ന് തന്നെയാണ് പറഞ്ഞത്. പക്ഷെ ആരുടെ നാമത്തിൽ ചോദിക്കണം? യേശുവിന്റെ നാമത്തിൽ ചോദിക്കണം. ഈ യേശുവിന്റെ നാമത്തിൽ ചോദിക്കുന്നു പറയുമ്പോൾ അത് ഏത് നാമോ? യഹോശുവ എന്ന നാമം തന്നെയല്ലേ? ആ നാമം ആരുടെ നാമാ? പിതാവിന്റെ നാമം തന്നെയല്ലേ? യേശു പറയുന്നുണ്ട്, പിതാവേ അങ്ങ് എനിക്ക് നൽകിയ അവിടുത്തെ നാമത്തെ ഞാൻ അവർക്ക് നൽകി. ഇതേ കാര്യം തന്നെ പരിശുദ്ധാത്മാവിനെ കുറിച്ചും പറയുന്നുണ്ട്. എന്റെ നാമത്തിൽ പരിശുദ്ധാത്മാവിനെ അയക്കും. പരിശുദ്ധാത്മാവിനെ അയക്കുന്ന എന്റെ നാമത്തിൽ തന്നെയാണ്. ആരുടെ നാമത്തിൽ? യേശുവിന്റെ നാമത്തിൽ. അപ്പൊ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും ഏകനാമം. അതല്ലേ നമ്മള് മത്തായി സുവിശേഷം 28 നമ്മൾ വായിക്കുന്നത്, പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സ്നാനപ്പെടുത്തുവിൻ. ഈ ഒരു വിശ്വാസം, അതായത് പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവ് ഏക സത്യദൈവം എന്റെ സകലത്തിനും മതിയായവനെന്ന് ഒരുവൻ വിശ്വസിച്ചാൽ അവനത് ചെയ്യുക തന്നെ ചെയ്യും. അടുത്ത വാക്യം വായിച്ചോ, എന്റെ നാമത്തിൽ നിങ്ങൾ എന്നോട് എന്തെങ്കിലും ചോദിച്ചാൽ ഞാനത് ചെയ്തു തരും. നിങ്ങൾ എന്റെ നാമത്തിൽ എന്നോട് ചോദിച്ചാൽ ഞാനത് ചെയ്തു തരും എന്ന് തന്നെ പറഞ്ഞിരിക്കുന്നത്. ഞങ്ങളുടെ അവിടെ ഒരു ചായക്കടയുണ്ട്. ഇതുകൊണ്ട് പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിക്കുക. ചായക്കടയിൽ ഒരു ചേട്ടനുണ്ട്. ഈ ചേട്ടനോട് നമ്മളൊരു ചായയും ഒരു കാപ്പിയും ഒരു ചായയും പറഞ്ഞു, 2 ഉഴുന്നുവടയും അല്ലെങ്കിൽ 2 ബണ്ണും എന്തെങ്കിലും പറഞ്ഞു. പുള്ളി ഇവിടെ നിന്ന് ഉറക്കെ വിളിച്ചു പറയും, ആ 2 ചായ 2 കാപ്പി മധുരം കുറച്ച് എന്നൊക്കെ പറഞ്ഞ് പുള്ളി വിളിച്ചു പറയും. എന്നിട്ട് പുള്ളി ഇപ്പുറത്തെ വാതിൽ പറഞ്ഞ് പുള്ളി പോയി ചായ എടുത്ത് പുള്ളി കൊണ്ടുവന്ന് ഒരു ചെറിയ കിളിവാതിലുണ്ട്, അവിടെ കൊണ്ടു വയ്ക്കും. എന്നിട്ട് പുള്ളി തന്നെ ഇപ്പുറത്തെ കൂടെ വന്ന് ഇവിടെ ചായ ഇവിടെ കാപ്പി എന്ന് പറഞ്ഞ് പുള്ളിനെ കൊണ്ടു വയ്ക്കും. നമ്മൾ വിചാരിക്കും അകത്ത് വേറെ ആരോ ചായ എടുത്ത് കൊടുക്കാൻ നിൽക്കുന്നുണ്ട്. പുള്ളി ഈ വിളിച്ചു പറയുമ്പോൾ അകത്ത് ആരോ നിൽക്കുന്നുണ്ട്. അവൻ മൊത്തം ബാലേന്ദ്രമേനോനാ, 1 മാൻ ഷോയാ. പുള്ളി മാത്രമേ ഉള്ളൂ. ചായ എടുക്കുന്നതും ഓർഡർ എടുക്കുന്നതും കൊണ്ടു കൊടുക്കുന്നതും പൈസ വാങ്ങുന്നതും എല്ലാം പുള്ളി തന്നെയാണ്. കാരണം പുള്ളി മാത്രമേ അവിടെ കടയിലുള്ളൂ, വേറെ ആരുമില്ല. നമ്മളുടെ ഒരു ചിന്തയാണ് മറ്റാരൊക്കെയോ എവിടേക്കെയോ ഉണ്ട് എന്നുള്ളൊരു ചിന്ത. യേശുവിനെ നീ ദൈവമായിട്ട് വിശ്വസിക്കാത്തത് മൂലം, യേശുവിനെ നീ ദൈവമായിട്ട് അംഗീകരിക്കാത്ത മൂലം നിന്റെ യാതൊരു ആവശ്യം നടക്കാൻ പോകുന്നില്ല. നീ ദൈവത്തിൽ വിശ്വസിക്കുന്നു എന്ന് പറയുന്നത് പോലും വ്യർത്ഥമാണ്. കാരണം നീ ദൈവത്തെ കാണുന്നു, വിശ്വസിക്കുന്നില്ല, അറിയുന്നു, വിശ്വസിക്കുന്നില്ല, അനുഭവിക്കുന്നു, വിശ്വസിക്കുന്നില്ല. എല്ലാം നമ്മുടെ കൂടെയുണ്ട്, പക്ഷെ നമ്മൾ എന്ത് ചെയ്യുന്നില്ല? നമ്മൾ വിശ്വസിക്കുന്നില്ല. അതാണ് 14-ാം വാക്യത്തിൽ പറയുന്നത്, എന്റെ നാമത്തിൽ നിങ്ങൾ എന്നോട് എന്തെങ്കിലും ചോദിച്ചാൽ ഞാനത് ചെയ്തു തരും. ആരുടെ നാമത്തിലാണ് ചോദിക്കണ്ടേ? യേശുവിന്റെ നാമത്തിൽ. ആരാണ് ചോദിക്കണ്ടേ? യേശുവിനോട്. ആരാ ചെയ്തു തരുന്നേ? യേശു ചെയ്തു തരും. യേശുവിന്റെ നാമത്തിൽ യേശുവിനോട് എന്തെങ്കിലും ചോദിച്ചാൽ യേശു തന്നെ ചെയ്തു തരും. കാരണം അവൻ സൃഷ്ടപ്രപഞ്ചത്തിന്റെ സകലത്തിന്റെയും അധിപനായ ദൈവമാണെന്നൊരു ബോധ്യം വരണം. ഈ ബോധ്യമില്ലാത്തവൻ, ഈ ചിന്ത, ഈ അറിവില്ലാത്തവൻ അവനെപ്പോഴും
ഭൗതികമായ ആശ്രയത്തിന്റെ പിന്നാലെ പലതിന്റെയും പിന്നാലെ പോകും. നമ്മുടെ എല്ലാം പ്രശ്നമാണ്. നമുക്ക് മനുഷ്യനെ നമുക്ക് വിശ്വാസമുണ്ട്, ഭയമുണ്ട്, പക്ഷെ ദൈവത്തെ ഭയമില്ല, ദൈവത്തെ നമുക്ക് വിശ്വാസവുമില്ല. എല്ലാ മനുഷ്യരുടെയും പ്രശ്നം അത് തന്നെയാണ്. ബാക്കി എല്ലാത്തിനും നമുക്ക് വിശ്വാസമുണ്ട്, ചിന്തയുണ്ട്. നമ്മൾ ഈ പാടത്ത് കോലം കൊണ്ടു വയ്ക്കും. എന്തിനു വേണ്ടിയിട്ടാണ് കോലം കൊണ്ടു വയ്ക്കുന്നത്? കിളികൾ വന്ന് അത് കൊത്തിക്കൊണ്ട് പോകാതിരിക്കാൻ. കാരണം ഈ കോലം ഇരിക്കുമ്പോൾ കിളിയുടെ വിചാരം ഈ കോലം മനുഷ്യനാണ്, ആ വടിയും പിടിച്ചുകൊണ്ട് നിൽക്കുന്നതാണ് എന്നുള്ള ചിന്തയാണ് കിളികളുടെ വിചാരം. നമ്മൾ ഈ കമ്പം തേനി ഭാഗത്തൊക്കെ ചെന്ന് കഴിഞ്ഞാൽ മുന്തിരിത്തോട്ടത്തിലൊക്കെ ഇതുപോലെ കോലങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഈ കോലത്തിന്റെ കയ്യിലൊരു വടി ഉണ്ടാവും. പക്ഷികളുടെ വിചാരം ഈ മുന്തിരി വന്ന് തിന്നുമ്പോൾ ഇവൻ ഈ വടി വെച്ച് അടിക്കുമെന്ന് വിചാരിക്കുന്നത്. നമ്മുടെ എല്ലാം വിചാരം അത് തന്നെയാണ്. ഈ വിഗ്രഹത്തിൽ നമ്മൾ ദൈവത്തെ കാണുന്നു. ഈ വിഗ്രഹത്തിലാണ് കർത്താവ് ഇരിക്കുന്നത്. തോമാസിലിയുടെ കയ്യിലൊരു വടി ഇരിക്കുന്നുണ്ട്, പത്രോസിന്റെ കയ്യിലൊരു വടി ഇരിക്കുന്നുണ്ട്. ഈ വടി വെച്ച് കർത്താവ് പത്രോസ് നമ്മൾ അടിക്കും, തോമാസ് അടിക്കും എന്നൊക്കെ ഉള്ളൊരു ചിന്തയാണ് നമ്മുടെ. ഇവരാരും നമ്മൾ അടിക്കാൻ പറ്റുന്നില്ല. ഒരു വിഗ്രഹം നമ്മളൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. ഒരു വിഗ്രഹത്തിൽ ആശ്രയിച്ചിട്ട് യാതൊരു കാര്യവുമില്ല. എന്നാൽ ജീവിക്കുന്ന ദൈവം എൻ്റെ കൂടെ ഉണ്ടെന്ന് എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? സത്യദൈവം, ജീവിക്കുന്ന ദൈവം എൻ്റെ കൂടെ എന്നെ നടത്തുന്നു എന്ന് എത്ര പേര് വിശ്വാസമുണ്ട്? ഈ ബോധ്യമോ നമുക്കില്ലാത്തത്, ഈ ഒരു ചിന്തയോ നമുക്കില്ലാത്തത്. ഈ ഒരു ബോധ്യം എവിടെയൊക്കെ നമ്മൾ ഇല്ലാതെ വരുന്നോ അവിടെയെല്ലാം നമ്മുടെ വിശ്വാസം താണു പോകും.